രവീന്ദ്ര സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം കാണാം. ഓക്കെ, മൂവ്മെന്റ് ഉണ്ടല്ലോ. ഉണ്ട് എല്ലാം ഉണ്ട്. ഓക്കെ. ആൾക്കാർ ജോയിൻ ആവുന്നേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് വെക്കാം. ഓക്കെ.
സ്റ്റാർട്ടാക്കി 5 മിനിറ്റ് കഴിഞ്ഞു. സ്റ്റാർട്ട് ചെയ്യാം. ആ ഓക്കെ. കഴിഞ്ഞു. ഓക്കെ, അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ലിങ്ക്ഡ് ലിസ്റ്റ് ഓപ്പറേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇന്ന് നമ്മളുടെ ടോപ്പിക്കുകളുള്ളത് ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ദെൻ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ സ്കീം, കോമ്പാക്ഷൻ ഉണ്ട്, ഗാർബേജ് കളക്ഷൻ ഉണ്ട്. ആക്ച്വലി ഗാർബേജ് കളക്ഷൻ നമ്മൾ ഇന്നലെ നമ്മളുടെ ടോപ്പിക്കിന്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പോളിനോമിയൽ റെപ്രസെന്റേഷൻ, ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലിങ്ക്ഡ് ലിസ്റ്റ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ലിങ്ക്ഡ് ലിസ്റ്റ് ഞാൻ ആ സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് ഒന്ന് നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അപ്പം ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ടൈപ്പ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, നമുക്ക് ഉള്ള ലിങ്ക്ഡ് ലിസ്റ്റുകൾ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്, ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ്, ദെൻ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് നമുക്ക് ബോത്ത് സിംഗിളി ഓർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ദെൻ സോ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക് ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ നോഡിനകത്ത് ഒരു ഡേറ്റ പാർട്ട് ഉണ്ടാവും. ഡേറ്റ പാർട്ട് എത്ര ഡേറ്റ പാർട്ട് വേണമെങ്കിലും ആവാം. സോ ദെൻ ഒരു അഡ്രസ് പാർട്ട് ഉണ്ടാവും. ആ അഡ്രസ് പാർട്ട് സ്റ്റോർ ചെയ്യുന്നത് നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും. അതാണ് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ നോഡ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള കോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അതിന്റെ ഓപ്പറേഷൻസ് നമ്മൾ പറഞ്ഞു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്. നെക്സ്റ്റ് ഞാൻ മൂവ് ചെയ്യുന്നത് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിലേക്കാണ്. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് വേർ ലാസ്റ്റ് നോഡ് പോയിന്റ്സ് ടു ദ ഫസ്റ്റ് നോഡ്. ഓക്കെ, സോ നമ്മളിവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നോഡ് അതിന് നെക്സ്റ്റ് 2ൽ പോയിന്റ് ചെയ്യുന്നു, 2ന്റെ നെക്സ്റ്റ് 3ൽ പോയിന്റ് ചെയ്യുന്നു. 3 അവിടെ വെച്ചിട്ട് ലാസ്റ്റ് നോഡ് ആണെങ്കിൽ 3യുടെ നെക്സ്റ്റിനെ എവിടേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കും? നമ്മുടെ ഫസ്റ്റ് നോഡ്, ദാറ്റ് ഈസ് ഹെഡിന്റെ ഹെഡിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്യും. ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് പാർട്ടിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ഹെഡിന്റെ അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഹെഡ് നോഡിന്റെ അഡ്രസ്സിനെ ആയിരിക്കും ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് പാർട്ടിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സർക്കുലർ ലിങ്ക്. സോ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താണ് നമ്മളുടെ ലാസ്റ്റ് നോഡ് നള്ളിലേക്ക് പോയിന്റ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദെൻ ആപ്ലിക്കേഷൻ ലൈക്ക് പ്ലേലിസ്റ്റ്, നമ്മളൊരു മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ആ നമ്മളുടെ ഡേറ്റയുടെ അല്ലെങ്കിൽ നമ്മളുടെ മ്യൂസിക്കുകളെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് പോലുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദെൻ അപ്പൊ നമുക്ക് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് നോഡ് പോയിന്റ് ചെയ്യുന്നത്. പറഞ്ഞോളൂ. ഹലോ, പറ്റുന്നുണ്ടോ എന്റെ? കേൾക്കാം. ഇടയ്ക്ക് ആരോ മൈക്ക് ഓൺ ആക്കിയായിരുന്നു. ശരി. ഓക്കെ, അപ്പൊ സോ അതാണ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. Circular linked list data structure where last node point back to the first node, creating continuous loop instead of ending with the null pointer. Null pointer വെച്ചിട്ട് end ചെയ്യാതെ continuous ആയിട്ട് എന്ത് ചെയ്തു റിപ്പീറ്റ് ആയിട്ട് അത് ലൂപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടോ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടോ ഇതിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അതിന്റെ ഓപ്പറേഷൻസ് നോർമലി എല്ലാ ലിങ്ക്ഡ് ലിസ്റ്റിലും പോലെ തന്നെ ട്രവേഴ്സൽ, ഇൻസേർഷൻ, ഡിലീഷൻ, സെർച്ചിങ് പോലുള്ള ഓപ്പറേഷൻസ് ആണുള്ളത്. സോ എല്ലാ ഏരിയയിൽ നിന്നും നമുക്ക് ഇൻസേർഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ട്രവേഴ്സിങ് ഓർ വിസിറ്റിംഗ് ഓൾ എലമെന്റ്സ് ഇൻ ലിങ്ക്ഡ് ലിസ്റ്റ്, ദെൻ insertion at the beginning, insertion at the end at a specific position, then deletion from beginning, deletion at end, deletion at a particular position, then searching, find whether a given keys exist or not. ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. Then circular linked list in the representation നമ്മൾ പറയുമ്പോഴത്തേക്ക്
ഓക്കെ, അപ്പൊ അതിനകത്ത് ഞാൻ അതിന്റെ ഓപ്പറേഷൻസ് വളരെ പെട്ടെന്ന് ഓപ്പറേഷനിലേക്ക് പോവുകയാണ്. കാരണം നമ്മൾ ഇന്നലെ ഓൾറെഡി ഈ പോയിന്റുകളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ഓപ്പറേഷൻസ് എങ്ങനെ വരുന്നു എന്നുള്ള കേസ് ജസ്റ്റ് ഇതിനകത്ത് വരുന്ന ചേഞ്ചുകൾ എന്താണെന്നുള്ള കേസ് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് നോക്കി ഇതിന്റെ അൽഗോരിതം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ കേസിൽ സിംഗിളി ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ ഡേറ്റ പാർട്ടും നെക്സ്റ്റ് പാർട്ടും ഉണ്ടാവും. ഒക്കെ ഒരു നോഡ്, ഫസ്റ്റ് നോഡിനെ നമ്മൾ നോർമലി ഹെഡ് ആയിട്ട് തന്നെയാണ്, ഹെഡ് എന്ന് പറയുന്ന നോഡ് നെയിം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലിങ്ക് ലിസ്റ്റ് എം ടി ആണെങ്കിൽ ഞാൻ ഇൻസർഷൻ അറ്റ് ദ ബിഗിനിങ് ചെയ്യാൻ പോവുകയാണ്. ഇൻസർഷൻ അറ്റ് ദ ബിഗിനിങ് ഹെഡ് നോഡ് ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ പുതിയ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യും. ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂവിന്റെ മീൻസ് ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്ത് ന്യൂവിനകത്തേക്ക് ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യും. ദെൻ ന്യൂവിന്റെ ന്യൂവിന് ഹെഡ് എന്ന് പറയുന്ന ഒരു നെയിം കൊടുക്കും. ഹെഡിന്റെ നെക്സ്റ്റ് നമ്മൾ എവിടേക്ക് തന്നെ പോയിന്റ് ചെയ്യും, ഹെഡിലേക്ക് തന്നെ പോയിന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഹെഡിന് ന്യൂ നോഡിന് ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു. ദെൻ ഹെഡിന്റെ നെക്സ്റ്റ് നോർമൽ ലിങ്ക് ലിസ്റ്റിന്റെ കേസിൽ ഹെഡിന്റെ നെക്സ്റ്റ് നമ്മൾ നള്ളായിട്ടാണ് സെറ്റ് ചെയ്യുക. സോ അവിടെ നമ്മൾ പുതിയ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഹെഡിന്റെ നെക്സ്റ്റിനെ നമ്മൾ എവിടേക്ക് തന്നെ പോയിന്റ് ചെയ്യും, ഹെഡിലേക്ക് തന്നെ പോയിന്റ് ചെയ്യും. സോ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോസസ് ക്രിയേറ്റ് എ ന്യൂ നോഡ് ന്യൂ ആൻഡ് സ്റ്റോർ ഡേറ്റ പാർട്ട്. ന്യൂവിന്റെ ഡേറ്റ പാർട്ടിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്തു. സോ ഇതാണ് ന്യൂ നോഡ് 10 data address 1020. then assign name head to the new node അല്ലേ. ന്യൂ നോഡിന് ഹെഡ് എന്ന് പറയുന്ന ഒരു നെയിമിനെ അസൈൻ ചെയ്ത് കൊടുത്തു. ന്യൂ നോഡിന് ഹെഡ് എന്ന് പറയുന്ന നെയിം അസൈൻ ചെയ്തു. സോ ന്യൂ ഹെഡ് അത് തന്നെ ആയി. ഇനി നമ്മൾ ചെയ്യാനുള്ള പ്രോസസ്സ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണ്. സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കറന്റ് ഇപ്പൊ ഇവിടെ ഒറ്റ നോഡ് മാത്രമേ ഉള്ളൂ അല്ലെ, ഒറ്റ നോഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ലാസ്റ്റ് നോഡ് എന്ന് പറഞ്ഞാൽ ആ നോഡ് തന്നെയാണ്. ആ നോഡ് എവിടേക്ക് തന്നെ പോയിന്റ് ചെയ്യണം, ഫസ്റ്റ് നോഡിലേക്ക് തന്നെ പോയിന്റ് ചെയ്യണം. സോ ഫസ്റ്റും ലാസ്റ്റും സെയിം നോഡ് ആയതുകൊണ്ട് നമ്മൾ ഹെഡിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് എവിടേക്ക് തന്നെ പോയിന്റ് ചെയ്യിപ്പിക്കും, ഹെഡിലേക്ക് തന്നെ പോയിന്റ് ചെയ്യിപ്പിക്കും. സോ കണക്ട് ഹെഡ് ആരോ നെക്സ്റ്റ് ടു ഹെഡ്, ദാറ്റ് ഈസ് ഹെഡ് ആരോ നെക്സ്റ്റ് ഈക്വൽ ടു ഹെഡ്. ഓക്കെ, ഇപ്പൊ സോ ഹെഡ് ആരോ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഹെഡ് പോയിന്റ് ചെയ്യും. സോ ഹെഡ് എന്ന് പറഞ്ഞാൽ 1020 തന്നെയാണ് അതിന്റെ അഡ്രസ്. സോ ഒരു നോഡ് അയാളുടെ തന്നെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ. ഒരു നോഡ് അയാളുടെ തന്നെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്നു. സോ അയാൾ പോയിന്റ് ചെയ്തിരിക്കുന്നത് അയാളിലേക്ക് തന്നെ. സോ അതാണ് നമ്മളുടെ ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ്ങിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്ന ബിഗിനിങ്ങിൽ ഒരു നോഡ് എം ടി ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്. ഇനി രണ്ടാമത് സപ്പോസ് ആ നോഡ് എം ടി അല്ല എന്ന് വിചാരിക്കുക, നമ്മളുടെ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് നോഡുകൾ എം ടി അല്ല. ഓക്കെ, സോ അതിനകത്ത് കുറച്ച് എലമെന്റ് ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനകത്ത് കുറച്ച് നോഡുകൾ ഉണ്ട്. സോ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഫസ്റ്റ് നമുക്കൊരു ഹെഡ് നോഡ് ഉണ്ട്. ദെൻ കുറച്ച് നോഡുകൾ 12, 15, 20 നോഡുകൾ ഉണ്ട്. ദെൻ നമ്മൾ പറയും സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് ലാസ്റ്റ് നോഡ് എവിടേക്ക് പോയിന്റ് ചെയ്യും, ഫസ്റ്റ് നോഡിലേക്ക് ഹെഡ് നോഡിലേക്ക് പോയിന്റ് ചെയ്യും. ലാസ്റ്റ് നോഡ് ഹെഡ് നോഡിലേക്ക് പോയിന്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ അടുത്തത് നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഒരു പുതിയ നോഡിനെ നമ്മളുടെ ഇതിന്റെ ബിഗിനിങ്ങിലേക്ക് ആഡ് ചെയ്യണം. ബിഗിനിങ്ങിലേക്ക് ആഡ് ചെയ്യുക മീൻസ് എന്താണ്, നമ്മളൊരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുക, ബിഗിനിങ്ങിൽ ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ന്യൂവിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് നമുക്ക് ഹെഡിലേക്ക് കൊടുക്കാം. പക്ഷേ എന്ത് ചെയ്യണം, ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റിനെ എവിടേക്ക് കൊടുക്കണം, ന്യൂ നോഡിലേക്ക് കൊടുക്കണം. അതിവിടെ നമുക്കൊരു പ്രശ്നമാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു നോഡ്, മുമ്പ് സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ന്യൂ നോഡ് വെച്ചിട്ട് ന്യൂ നോഡിന്റെ നെക്സ്റ്റിനെ പിടിച്ച് ഹെഡിലേക്ക് കൊടുത്തിട്ട് ന്യൂ നോഡിന് ഹെഡ് എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയുമായിരുന്നു ഇന്നലെ നമ്മൾ ചെയ്തതനുസരിച്ചിട്ട്. പക്ഷേ ഇത് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണ്. സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ കേസിൽ നമ്മൾ പുതിയൊരു നോഡ് ബിഗിനിങ്ങിൽ ഒരു പുതിയ നോഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനൊരു ന്യൂ നോഡ് നമ്മുടെ ബിഗിനിങ്ങിലേക്ക് സെറ്റ് ചെയ്യും, കൊണ്ടുവരും. ഒരു പുതിയ നോഡ് ഞാൻ ഡേറ്റ പാർട്ടൊക്കെ ഫില്ല് ചെയ്തിട്ട് എനിക്ക് ന്യൂ നോഡിന്റെ നെക്സ്റ്റ് പിടിച്ച് ഹെഡിലേക്ക് കൊടുക്കാം. പക്ഷെ എന്ത് ചെയ്യണം, ലാസ്റ്റ് നോഡിൽ നമ്മുടെ അഡ്രസ് അറിഞ്ഞെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ലാസ്റ്റ് നോഡിനെ നമുക്ക് എവിടേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം, ന്യൂ നോഡിന്റെ നെക്സ്റ്റിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. ന്യൂ നോഡിലേക്ക് നമുക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. ദാറ്റ് ഈസ് ന്യൂ നോഡിന്റെ അഡ്രസ് എവിടെ കൊടുക്കണം, ലാസ്റ്റ് നോഡിലേക്ക് കൊടുക്കണം അല്ലേ. അപ്പൊ ലാസ്റ്റ് നോഡിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കണക്ഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ഇന്നലെ നമ്മൾ ചെയ്ത ട്രവേഴ്സൽ എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ ചെയ്യണം. ട്രവേഴ്സൽ പ്രൊസീജിയർ ചെയ്യണം. നോക്കിക്കോളൂ, ക്രിയേറ്റ് എ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തു, ഡാറ്റ പാർട്ട് സ്റ്റോർ ചെയ്തു, ന്യൂ നോഡ് നമ്മൾ കൊണ്ടുവന്നു. ദെൻ നോക്കിക്കോളൂ, ദെൻ ഇതാണ് നമ്മുടെ ന്യൂ നോഡ് ഞാൻ കൊണ്ടുവന്നു. ദെൻ ഇനി നമ്മളുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് നോഡ് ഹെഡ് നോഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്ത് ചെയ്യുക, ലാസ്റ്റ് നോഡിൽ നമുക്കൊരു നെയിം ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എയിം അല്ലേ. അപ്പൊ ഞാൻ ടെമ്പ് എന്ന് പറയുന്ന ഒരു നോഡ് എടുത്തു, ഫസ്റ്റ് നോഡിലേക്ക് അതിനെ അസൈൻ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്, ഫസ്റ്റ് നോഡിന് ഹെഡ് ടെമ്പ് എന്ന് പറയുന്ന ഒരു നെയിം കൂടെ കൊടുത്തു അല്ലേ. ഫസ്റ്റ് നോഡിന് ടെമ്പ് എന്ന് പറയുന്ന ഒരു നെയിം കൂടെ കൊടുത്തു, ഹെഡിന് ടെമ്പ് എന്ന് പറയുന്ന ഒരു നെയിം കൂടെ കൊടുത്തു. ദെൻ എന്ത് ചെയ്യണം, ഈ ടെമ്പിനെ എനിക്ക് മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡിലേക്ക് കൊണ്ടുവരണം. ലാസ്റ്റ് നോഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈസിയാണ്. എന്താണ്, ടെമ്പിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് നമുക്ക് ന്യൂയിലേക്ക് കൊടുക്കാം, ന്യൂവിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് ഹെഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ ആ ന്യൂവിന് എന്ത് പേര് കൊടുത്താൽ മതി, ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുത്താൽ മതി
അല്ലേ? അപ്പൊ നോക്കിയാൽ ടെമ്പിനെ നമ്മൾ മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡ് വരെ കൊണ്ടുവരണം. ലാസ്റ്റ് നോഡിൽ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് നോഡിന്റെ പേര് ടെമ്പ് എന്നാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ നോഡിനെ നമുക്ക് സർക്കുലർ ലിങ്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. സോ ടെമ്പ് ലാസ്റ്റ് നോഡ് ആയി കഴിഞ്ഞാൽ ടെമ്പിന്റെ നെക്സ്റ്റിനെ നമുക്ക് എവിടേക്ക് കൊടുത്താൽ മതി, ന്യൂ നോഡിലേക്ക് കൊടുക്കാം. ന്യൂവിന്റെ നെക്സ്റ്റിനെ എവിടേക്ക് കൊടുക്കാം, ഹെഡിലേക്ക് കൊടുക്കാം. ദെൻ ന്യൂവിന് ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ ബിഗിനിങ്ങിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു നോഡിനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സിംപിളി നമ്മൾ ഇന്നലെ പറഞ്ഞ എന്താണ്, നമുക്ക് ജസ്റ്റ് ടെമ്പിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂപ്പിൽ കയറിയിട്ട് ടെമ്പ് ഈക്വൽ ടു ടെമ്പാരോ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൂവ് ചെയ്ത് വരുമായിരുന്നു. അണ്ടിൽ ടെമ്പ് നോട്ട് ഈക്വൽ ടു നൾ, ടെമ്പിന്റെ വാല്യൂ നള്ളാവുന്നിടം വരെ നമ്മൾ മൂവ് ചെയ്ത് പോയായിരുന്നെങ്കിൽ എന്ത് ചെയ്തായിരുന്നു, ടെമ്പിന്റെ വാല്യൂ ലാസ്റ്റിലേക്ക് വരും. പക്ഷെ ഇവിടെ നമുക്ക് ഒരു നോഡിന്റെയും നെക്സ്റ്റ് എന്തല്ല, നള്ളല്ല. സോ ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് എവിടേക്കാണ് പോയിന്റ് ചെയ്യുന്നത്, ഹെഡിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ട്രവേഴ്സ് ചെയ്യാനുള്ള എന്താണ്, ടെമ്പിന്റെ നെക്സ്റ്റ് ഹെഡ് ആവുന്നിടം വരെയാണ് നമ്മൾ ട്രവേഴ്സ് ചെയ്യാനുള്ളത്, അല്ലേ? സോ സപ്പോസ് നോക്കിക്കോളൂ, ഞാൻ 12 ഇരിക്കുമ്പോൾ ടെമ്പിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആരാണ്, 15 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ടെമ്പിനെ 15 മൂവ് ചെയ്യിപ്പിക്കും. ദെൻ 15 ഇരിക്കുമ്പോഴത്തേക്ക് 15 ആണ് ടെമ്പെങ്കിൽ ടെമ്പിന്റെ നെക്സ്റ്റ് ആരാണ്, 20 ആണ്, അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 15ന്റെ നെക്സ്റ്റ് നോട്ടികളുടെ ഹെഡ് ആണെങ്കിൽ ഞാൻ ടെമ്പിനെ എന്ത് ചെയ്യും, അടുത്ത നോഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും, 20 മൂവ് ചെയ്യിപ്പിക്കും. ഇനി 20 വരുമ്പോഴത്തേക്ക് 20 ആണ് ടെമ്പെങ്കിൽ ടെമ്പിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളുടെ ഹെഡ് തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ ടെമ്പിനെ ഞാൻ എവിടെ കൊണ്ടുവരും, 20യുടെ നെയിമാക്കി കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും, ടെമ്പിന്റെ നെക്സ്റ്റിനെ ഞാൻ എവിടേക്ക് കൊടുക്കും, ന്യൂവിലേക്ക് കൊടുക്കും. ന്യൂവിന്റെ നെക്സ്റ്റിനെ എവിടേക്ക് കൊടുക്കും, ഹെഡിലേക്ക് കൊടുക്കും. ദെൻ ന്യൂവിന് ഹെഡ് എന്ന് പറയുന്ന ഒരു നെയിം അസൈൻ ചെയ്ത് കൊടുക്കും. ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഇൻസേർഷൻ ആൻഡ് ബിഗിനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്തു, അതിനൊരു ടെമ്പ് എന്ന് പറയുന്ന ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു, അതിനെ ഹെഡിലേക്ക് അസൈൻ ചെയ്തു. ദെൻ നെക്സ്റ്റ് മൂവിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മൂവ് ടെമ്പ് നോഡ് to the end of linked list by repeating the step temp equal to temparo next until temparo next equal to head. അല്ലെ, temparo next head ആവുന്നിടം വരെ നമ്മൾ അതിനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ടെമ്പിനെ നമ്മൾ ആദ്യം 15 കൊണ്ടുവന്നു, 20 കൊണ്ടുവന്നു. ടെമ്പിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്ന ആരാണ്, ഹെഡ് ആണ്. അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അസൈൻ ടെമ്പാരോ നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ. ടെമ്പിന്റെ നെക്സ്റ്റ് ന്യൂവിലേക്ക് അസൈൻ ചെയ്തു. ന്യൂവിന്റെ നെക്സ്റ്റ് ഈക്വൽ ടു ഹെഡ്. ന്യൂവിന്റെ നെക്സ്റ്റിനെ ഹെഡിലേക്ക് അസൈൻ ചെയ്തു, അല്ലേ? അതാണ് ഈ കാണുന്ന ഫിഗറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ടെമ്പിന്റെ നെക്സ്റ്റിനെ ഞാൻ ന്യൂയിലേക്ക് കൊടുത്തു, ന്യൂവിന്റെ നെക്സ്റ്റിനെ എവിടെ കൊടുത്തു, ഹെഡിലേക്ക് കൊടുത്തു. അപ്പൊ എന്തായി, ലിങ്ക് ലിസ്റ്റ് ആയി. പക്ഷേ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് നോഡിന്റെ പേരായിരിക്കണം എന്ത്, ഹെഡ് എന്നുള്ളത്. ഫസ്റ്റ് നോഡിന്റെ പേരായിരിക്കണം ഹെഡ്. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് നോഡിന്റെ പേര് ന്യൂ ആണ്, സെക്കൻഡ് നോഡിനാണ് ഹെഡ് എന്ന് പറയുന്ന പേര് കിടക്കുന്നത്. സോ എന്ത് ചെയ്യണം, നമ്മൾ ന്യൂ കണക്ട് ചെയ്തിരിക്കുന്ന ഹെഡിലേക്കാണ്. ദെൻ ഈ ഹെഡിന്റെ നെയിം ആർക്ക് കൊടുക്കുക, ന്യൂവിന് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ റീനെയിം ന്യൂ വിത്ത് ഹെഡ്. എന്താണ്, ഹെഡ് ഈക്വൽ ടു ന്യൂ. അപ്പൊ ന്യൂവിന് എന്ത് പേര് കൊടുത്തു, ഹെഡ് എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തിട്ട് നമ്മൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ ബിഗിനിങ്ങിലേക്ക്, അതിന്റെ ബിഗിനിങ് പാർട്ടിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഒരു സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ ബിഗിനിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ ഇൻസേർട്ട് അറ്റ് ബിഗിനിങ്ങിന്റെ അൽഗോരിതം നമ്മൾ നോക്കിക്കോളൂ. ക്രിയേറ്റ് എ ന്യൂ നോഡ്, എന്നിട്ട് ദെൻ നോഡ് ആൻഡ് ഫിൽ ഡേറ്റ പാർട്ട്, ന്യൂ ആരോ ഡേറ്റ ഈക്വൽ ടു ഡേറ്റ. ചെക്ക് ഇഫ് ഹെഡ് ഈക്വൽ ടു നൾ. ഹെഡ് നൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ന്യൂ നോഡിന് ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുക്കുക. ഹെഡിന്റെ നെക്സ്റ്റിനെ എന്താക്കി തന്നെ ആക്കുക, ഹെഡ് തന്നെ ആക്കുക. ഹെഡിന്റെ നെക്സ്റ്റിനെ ഹെഡ് തന്നെ ആക്കുക. ഇതാണ് നൾ ആണെങ്കിൽ. അതല്ല, നള്ളല്ല എങ്കിൽ നമുക്കറിയാം, നമുക്ക് മൂവ് ചെയ്ത് ടെമ്പ് എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തിട്ട് ടെമ്പിനെ നമുക്ക് മൂവ് ചെയ്തിട്ട് ലാസ്റ്റ് നോഡിൽ കൊണ്ടുവരണം. സോ ടെമ്പ് ഈക്വൽ ടു ഹെഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് സ്റ്റെപ്പ് 4 until ടെമ്പാരോ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു ഹെഡ്, ദെൻ ഗോ ടു സ്റ്റെപ്പ് 5. സോ സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ ടെമ്പ് ഈക്വൽ ടു ടെമ്പാരോ നെക്സ്റ്റ്. ജസ്റ്റ് മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മാത്രം, ട്രവേഴ്സിങ്ങിന് വേണ്ടിയിട്ട് മാത്രം, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു, ലാസ്റ്റ് നോഡിൽ എത്തിക്കഴിഞ്ഞാൽ ടെമ്പിന്റെ നെക്സ്റ്റിനെ നമ്മൾ ന്യൂവിലേക്ക് അസൈൻ ചെയ്തു. ന്യൂവിന്റെ നെക്സ്റ്റിനെ നമ്മൾ എന്തിലേക്ക് അസൈൻ ചെയ്തു, ഹെഡിലേക്ക് അസൈൻ ചെയ്തു. ദെൻ ഹെഡിന് നമ്മൾ എന്ത് പേര് കൊടുത്തു, ന്യൂവിന് നമ്മൾ എന്ത് പേര് കൊടുത്തു, ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുത്തു. സ്റ്റോപ്പ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസേർഷൻ സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ, സർക്കുലർ ലിങ്ക് ലിസ്റ്റിന് ഇൻസേർഷൻ അറ്റ് ബിഗിനിങ് ആണ്. സോ സർക്കുലർ ലിങ്ക് ലിസ്റ്റിന് ഇൻസേർഷൻ അറ്റ് എൻഡ്. ഞാൻ ആക്ച്വലി നമ്മൾ സർക്കുലർ ലിങ്ക് ലിസ്റ്റിൽ ഞാനിപ്പോൾ 4 ഓപ്പറേഷൻസ് മാത്രമേ ഇന്നത്തെ ദിവസം ഇന്നലെ നമ്മൾ എല്ലാ ഓപ്പറേഷൻസും ഡിസ്കസ് ചെയ്തത് കൊണ്ട് ഇന്ന് സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ കേസിലും ഡബ്ല്യൂയുടെ കേസിലും 4 ഓപ്പറേഷൻസ്, ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്, ഇൻസേർഷൻ അറ്റ് എൻഡ്, ഡിലീഷൻ അറ്റ് ബിഗിനിങ്, ഡിലീഷൻ അറ്റ് എൻഡ്, 4 ഓപ്പറേഷൻസ് മാത്രമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അഡീഷണൽ 2 എണ്ണം ഉള്ളത് പൊസിഷൻ, ഇൻസെർട്ട് അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ, ഡിലീറ്റ് അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ ആണ്. അത് നമുക്ക് ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, നെക്സ്റ്റ് ഇൻസേർട്ട് അറ്റ് എൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ്. സംവാട്ട് ലൈക്ക്
ഇൻസേർട്ട് അറ്റ് ബിഗിനിങ് പോലെ തന്നെയാണ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ ഇൻസേർട്ട് അറ്റ് എൻഡും വരുന്നത്. ഒരേ ഒരു ഡിഫറൻസ് ഉള്ളത് നമ്മൾ ന്യൂവിന് എന്ത് കൊടുക്കണ്ട, ഹെഡ് എന്ന് പറയുന്ന നെയിം കൊടുക്കണ്ട എന്നുള്ള കേസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് എങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സോ ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഹെഡ് നള്ളാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഹെഡ് നള്ളാണെങ്കിൽ വേറെ നോഡുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ന്യൂ നോഡ് തന്നെയാണ് അതിന്റെ ഫസ്റ്റ് നോഡ്. അപ്പം എന്ത് ചെയ്യുക, ന്യൂ നോഡിൽ നമുക്ക് ഹെഡ് എന്ന് പറയുന്ന നെയിം കൊടുക്കുക, ഹെഡിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് ഹെഡിലേക്ക് തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് കറക്റ്റ് തന്നെയാണ്, നോക്കിയോളൂ, സെയിം തന്നെയാണ്, സെയിം ആസ് ഇൻസേർട്ട് അറ്റ് ബിഗിനിങ് തന്നെയാണ്. ക്രിയേറ്റ് എ ന്യൂ നോഡ്, ദെൻ സ്റ്റോർ ഡാറ്റ പാർട്ട്, അസൈൻ നെയിം ഹെഡ് ടു ന്യൂ നോഡ്, ന്യൂ നോഡിന് ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുത്തു. ദെൻ connect head arrow next equal to head. Okay, connect head arrow next equal to head കൊടുത്തു. Okay, connect head arrow next equal to head. Okay, അപ്പം സോ ഹെഡിന്റെ നെക്സ്റ്റിനെ ഹെഡിലേക്ക് തന്നെ കണക്ട് ചെയ്യും. Then, so insert at end നമ്മൾ പറഞ്ഞു contain some nodes, കുറച്ച് നോഡ്സുകൾ ഉണ്ടെങ്കിൽ that link list not empty ആണ്, empty അല്ല അല്ലേ, കുറെ നോഡുകൾ അതിനുണ്ട്. സോ നമുക്കറിയാം ബിഗിനിങ്ങിൽ ഹെഡ് ആണ്, ദെൻ കണ്ടിന്യൂ ചെയ്തിട്ട് കുറച്ച് നോഡുകൾ ഉണ്ട്. സോ 12, 15, 20, ദെൻ ലാസ്റ്റ് നോഡിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, എനിക്ക് ഒരു നോഡിന്, ഒരു ലിങ്ക് ലിസ്റ്റിൽ ലാസ്റ്റ് നോഡായിട്ടാണ് പുതിയ നോഡിനെ ആഡ് ചെയ്യേണ്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അറിയാം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നോഡിൽ നിന്ന് ലാസ്റ്റ് നോഡിലേക്ക് വരിക, ലാസ്റ്റ് നോഡിന് ടെമ്പ് എന്ന് പറയുന്ന പേര് കൊടുക്കുക. ഇത് ടെമ്പ് ആക്കുന്ന പ്രൊസീജിയർ നമുക്ക് എല്ലാവർക്കും അറിയാം. ദെൻ ടെമ്പിന്റെ ലാസ്റ്റിലായിട്ട് എന്ത് കൊടുക്കുക, പുതിയ നോഡിനെ നമ്മൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ടെമ്പിന്റെ നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ന്യൂ നോഡിനെ കൊടുക്കുക, ന്യൂവിന്റെ നെക്സ്റ്റ് ആയിട്ട് ആരെ കൊടുക്കുക, ഹെഡിനെ കൊടുക്കുക. ഇത്രയും പ്രൊസീജിയർ മാത്രം ചെയ്താൽ മതി ഇൻസേർട്ട് അറ്റ് എൻഡ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ എളുപ്പമാണ്, ഒരു സ്റ്റെപ്പ് കുറവാണ് ആക്ച്വലി. ഇൻസേർട്ട് അറ്റ് ബിഗിനിങ്ങിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കുറവാണ്. എന്താണ് ഇൻസേർട്ട് അറ്റ് ബിഗിനിങ്ങിൽ ആകുമ്പോഴത്തേക്ക് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂവിന് നമ്മൾ ഹെഡ് എന്ന് പറയുന്ന പേരും കൂടെ കൊടുക്കണമായിരുന്നു. ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കുറവായിരിക്കും. എന്താണ്, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുക, ലാസ്റ്റ് ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുക. പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഹെഡിൽ ടെമ്പ് എന്ന് പറയുന്ന ഒരു നോഡിനെ അസൈൻ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ടെമ്പിനെ മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡിലേക്ക് വരിക. ദെൻ ഈ ലാസ്റ്റ് നോഡിനെ ടെമ്പ് ആക്കിയതിനു ശേഷം ടെമ്പിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് ന്യൂയിലേക്ക് അസൈൻ ചെയ്യുക. ന്യൂവിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് എവിടേക്ക് അസൈൻ ചെയ്യുക, ഹെഡിലേക്ക് അസൈൻ ചെയ്യുക. അപ്പൊ എന്തായി, നമ്മളുടെ ഇൻസേർഷൻ അറ്റ് ദ ലാസ്റ്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും, അറ്റ് ദ എൻഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും. സോ ഞാനൊരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ക്രിയേറ്റ് ആൻ ടെമ്പററി നോഡ് temp and point it to the head node. ഹെഡ് നോഡിലേക്ക് ഞാനൊരു ടെമ്പററി നോഡ് പോയിന്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, എന്റെ എയിം എന്ന് പറഞ്ഞാൽ ഈ ടെമ്പിനെ മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ ട്രവേഴ്സ് ചെയ്തു, മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡിലേക്ക് കൊണ്ടുവന്നു. ന്യൂ നോഡ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ ഈ ടെമ്പിന്റെ നെക്സ്റ്റിനെ പിടിച്ച് ന്യൂയിലേക്ക് കൊടുക്കുക, ന്യൂവിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് എവിടെ കൊടുക്കുക, ഹെഡിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയോളൂ, മൂവ് ടെമ്പ് നോഡ് ടു ദ എൻഡ് ഓഫ് ദി ലിങ്ക് ലിസ്റ്റ് ബൈ റിപ്പീറ്റിംഗ് ദ സ്റ്റെപ്പ് ടെമ്പ് ഈക്വൽ ടു ടെമ്പ് ആരോ നെക്സ്റ്റ് until temp arrow next equal to head. അതാണല്ലോ നമ്മുടെ കണ്ടീഷൻ. സോ ഞാൻ ടെമ്പിനെ മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡിലേക്ക് കൊണ്ടുവന്നു. ഇനി ടെമ്പിന്റെ നെക്സ്റ്റ് എന്താണ്, ഇപ്പം ഹെഡ് ആണ്. അപ്പൊ നമ്മൾ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാനുള്ള പ്രോസസ്, ടെമ്പിന്റെ നെക്സ്റ്റിനെ എവിടെ കൊടുക്കുക, ന്യൂയിലേക്ക് കൊടുക്കുക, ന്യൂവിന്റെ നെക്സ്റ്റിനെ എവിടെ കൊടുക്കുക, ഹെഡിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്തോ സെക്കൻഡ് പോയിന്റ്, അസൈൻ temp arrow next equal to new, then and new arrow next equal to head, then temp arrow next equal to new arrow next equal to head. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മളുടെ ഇൻസേർട്ട് അറ്റ് എൻഡ്. ആക്ച്വലി ഇവിടെ ഞാൻ ഇൻസേർഷൻ അറ്റ് ബിഗിനിങ് എന്നാണ് ഹെഡിങ് എഴുതിയിരിക്കുന്നത്. ഇൻസേർട്ട് അറ്റ് എൻഡ് ആണ്, ഇൻസേർട്ട് അറ്റ് എൻഡ് ആണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇൻസേർട്ട് അറ്റ് എൻഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ. സോ അതിന്റെ നമുക്കതിന്റെ അൽഗോരിതം കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇൻസേർട്ട് അറ്റ് എൻഡ്, സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാൻ പറ്റുന്നു. Insert at beginning അല്ല, സോറി, insert at end. ഓക്കെ, സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ട പ്രോസസ്, ക്രിയേറ്റ് എ ന്യൂ നോഡ് ആൻഡ് ഫിൽ ഡാറ്റ പാർട്ട്, ചെക്ക് ഇഫ് ഹെഡ് ഈക്വൽ ടു നൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പഴയ പ്രൊസീജിയർ തന്നെയാണ്. ഹെഡിന് ന്യൂവിന് ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുക്കുക, ഹെഡിന്റെ നെക്സ്റ്റ് നള്ളാക്കുക, മീൻസ് ഹെഡിന്റെ നെക്സ്റ്റ് ഹെഡ് ആക്കുക. ഓക്കെ, അതല്ലെങ്കിൽ അത് നെക്സ്റ്റ് അതല്ല, നമുക്ക് കുറച്ച് നോഡുകൾ അതിനകത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഹെഡിന് ടെമ്പ് എന്ന് പറയുന്ന ഒരു നെയിം കൊടുക്കുക, ടെമ്പിനെ നമ്മൾ മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡിലേക്ക് കൊണ്ടുപോകുക. സോ റിപ്പീറ്റ് ഫോർ അണ്ടിൽ temp arrow next not equal to head, then go to step 5 അല്ലേ. 4 എന്ന് പറയുമ്പോൾ temp equal to temp arrow next ആണ്. സോ ജസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ്. ദെൻ ടെമ്പിന്റെ നെക്സ്റ്റിനെ ന്യൂവിലേക്ക് കണക്ട് ചെയ്യുക, ന്യൂവിന്റെ നെക്സ്റ്റിനെ ഇവിടെ കണക്ട് ചെയ്യുക, ഹെഡിലേക്ക് കണക്ട് ചെയ്യുക.
സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അൽഗോരിതംസ് എഴുതാൻ പറ്റും. എന്തറിയാമെങ്കിൽ നമുക്ക് ആ പ്രൊസീജിയർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അൽഗോരിതംസ് എഴുതാൻ പറ്റും. ജസ്റ്റ് ആ ഫിഗർ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ മാത്രം മതി, നമുക്ക് അൽഗോരിതം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ നമ്മുടെ എക്സാമിന് കൂടുതൽ ചോദിക്കുന്ന അൽഗോരിതം ഓർ സ്യൂഡോ കോഡ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ട്രവേഴ്സൽ ആണ്. ഏതിന്റെ കേസിൽ, ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ട്രവേഴ്സൽ ആണ്. സോ ചെയ്യാനുള്ള പ്രോസസ് ഹെഡ് ഈക്വൽ ടു നൾ ആണെങ്കിൽ നമുക്കറിയാം നോ എലമെന്റ് ടു വിസിറ്റ്, എലമെന്റുകളൊന്നും തന്നെ ഇല്ല. ദെൻ അല്ലെങ്കിൽ ഹെഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രൊസീജിയർ തന്നെയാണ് അല്ലേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ഹെഡിന് ടെമ്പ് എന്ന് പറയുന്ന നെയിം കൊടുക്കുക, എന്ത് ചെയ്യുക, ഫസ്റ്റ് നോഡിൽ നിന്ന് ലാസ്റ്റ് നോഡിലേക്ക് മൂവ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് എ ടെമ്പററി നോഡ് ടെമ്പ് ആൻഡ് പോയിന്റ് ടു ദ ഹെഡ് നോഡ്. ടെമ്പ് എന്ന് പറയുന്ന പേര് കൊടുത്ത് ഈ ടെമ്പിനെ നമ്മൾ മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡ് വരെ പോകുന്നു. ഓരോ മൂവ്മെന്റിലും അതിനകത്തുള്ള ഡേറ്റ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. 10, 12, 15, 20 ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. Okay, that is move temp node to the end of linked list by repeating the step temp equal to temp arrow next until temp equal to head. അല്ലേ, അപ്പൊ നമ്മൾ ടെമ്പ് മീൻസ് നമ്മൾ ടെമ്പ് ആരോ നെക്സ്റ്റ് ഹെഡ് റീച്ച് ചെയ്യുന്ന വരെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ മൂവ്മെന്റിലും അതിനകത്തുള്ള ഡേറ്റ എന്ത് ചെയ്യും, ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സോ അതിന്റെ അൽഗോരിതം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ, ഹെഡ് നൾ ആണെങ്കിൽ നമുക്കറിയാം ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആയിരിക്കും. ഓക്കെ, അതല്ലെങ്കിൽ നമ്മളൊരു ടെമ്പ് നോഡ് സെറ്റ് ഹെഡ് ഒരു ടെമ്പ് നോഡ് സെറ്റ് ചെയ്യും. അതിനെ എന്ത് ചെയ്യും, ഹെഡിലേക്ക് അസൈൻ ചെയ്യും അല്ലെ. ഹെഡിന് നമ്മൾ ടെമ്പ് എന്ന് പറയുന്ന ഒരു നെയിം കൊടുക്കും. ദെൻ റിപ്പീറ്റ് സ്റ്റെപ്പ് എന്താണ്, അണ്ടിൽ ടെമ്പ് ആരോ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു ഹെഡ്, ദെൻ ഗോ ടു സ്റ്റെപ്പ് 5. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ടെമ്പിന്റെ ഡേറ്റ ഒന്ന് ഡിസ്പ്ലേ ചെയ്യും. ടെമ്പിന് ടെമ്പ് ആരോ നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും. ജസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ ഒരു സ്പീഡിലേക്ക് പോയത്. ഏതാണ്, നമ്മൾ ഇൻസർഷന്റെ കേസിലും ഇൻസർട്ട് അറ്റ് ബിഗിനിങ്ങിന്റെ കേസിൽ, ഇൻസർട്ട് അറ്റ് എൻഡിന്റെ കേസിൽ, ഡിലീഷന്റെ കേസിലെല്ലാം നമ്മൾ ഈ മൂവ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഓടിപ്പോയതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഓപ്പറേഷൻസ് നമുക്ക് വരുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസർട്ട് അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ നിങ്ങൾക്ക് ചെയ്യാം, ഡിലീറ്റ് അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഡിലീഷനിലേക്ക് നെക്സ്റ്റ് ഞാൻ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, അതിന്റെ ഡിലീഷൻ പ്രൊസീജിയർ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുന്ന പ്രൊസീജിയറും ചെയ്യാം. സോ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഞാൻ മൂവ് ചെയ്യുകയാണ്. നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെയാണ്, ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സെയിം പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുക. എന്താണ്, ഒരു കറണ്ട് ടെമ്പ് എന്ന് പറയുന്ന രണ്ട് നോഡ് എടുത്ത് വെക്കുക. സപ്പോസ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടുള്ള ടെമ്പ് ആണെങ്കിൽ കറണ്ട് എടുത്ത് വെക്കുക, ടെമ്പ് എടുത്ത് വെക്കുക. കറണ്ടിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് എവിടേക്ക് കൊടുക്കുക, ഹെഡിലേക്ക് കൊടുക്കുക. അറ്റൻഡ് ആണെങ്കിൽ, ദെൻ പൊസിഷൻ ആണെങ്കിൽ കറണ്ട് ടെമ്പ് കൊടുക്കുക, കറണ്ടിന്റെ നെക്സ്റ്റ് പിടിച്ചിട്ട് ടെമ്പിലേക്ക് കൊടുക്കുക, ടെമ്പ് ആരോ നെക്സ്റ്റിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ പോകുന്ന ഡബ്ലി ലിങ്ക് ലിസ്റ്റിലേക്കാണ്. ഡബ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഡേറ്റ പാർട്ട് രണ്ട് അഡ്രസ് പാർട്ടുകളായിരിക്കും ഡബ്ലി ലിങ്ക് ലിസ്റ്റിന്റെ കേസിൽ ഉണ്ടാവുക. ഒന്ന് അതിന്റെ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും, രണ്ടാമത് പ്രീവിയസ് നോഡിന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ആ രണ്ട് അഡ്രസ് പാർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ലിങ്ക്ഡ് ലിസ്റ്റ് ഡബ്ലി ആണോ സിംഗിളി ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അതിന്റെ അഡ്രസ് പാർട്ടുകളുടെ ബേസിലാണ്. അപ്പൊ അതിന് ഒറ്റ അഡ്രസ് പാർട്ടേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിന് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയും. മോർ ദാൻ വൺ അഡ്രസ് മീൻസ് 2 അഡ്രസ് പാർട്ട് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഡേറ്റ പാർട്ട് എത്ര ആളുകൾ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അതൊരു പ്രശ്നമല്ല. സോ നമ്മൾ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, പോളിനോമിയൽ റെപ്രസെന്റേഷൻ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ ഡേറ്റ പാർട്ടായിട്ട് രണ്ട് ഡേറ്റ പാർട്ടിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് എക്സ്പോണന്റിന് വേണ്ടിയിട്ട്, ഒന്ന് കോഎഫിഷ്യന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഡേറ്റ പാർട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അഡ്രസ് പാർട്ടിന്റെ ബേസിലാണ് നമ്മൾ സിംഗിളി ആണോ ഡബ്ലി ആണോ എന്നുള്ള കേസ് പറയുന്നത്. ഒരു അഡ്രസ് നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു അഡ്രസ് പാർട്ടാണുള്ളതെങ്കിൽ നമ്മൾ അതിനെ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയും. മോർ ദാൻ വൺ അഡ്രസ് പാർട്ട്, ദാറ്റ് ഈസ് നെക്സ്റ്റിന്റെയും പ്രീവിയസിന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് അഡ്രസ് പാർട്ടുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയും. ഓക്കെ, സോ ഒരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് നോഡിന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്ട്രക്ട് നോഡ് ഇന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ പാർട്ട്, ദെൻ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്, പ്രീവിയസ് നോഡിന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അനദർ പാർട്ട്. ഒക്കെ ആണല്ലോ. അപ്പൊ രണ്ട് പോയിന്റർ പാർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പറയുക, മീൻസ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയാം. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്.
ഓക്കെ, സോ അതിന്റെ കുറച്ച് ഓപ്പറേഷൻസ് സെയിം ആസ് നമ്മളുടെ സിംഗിൾ ലിങ്ക് ലിസ്റ്റിൽ ചെയ്ത എല്ലാ ഓപ്പറേഷൻസും നമുക്ക് ഡബിൾ ലിങ്ക് ലിസ്റ്റിലും കൂടെ ചെയ്യാൻ പറ്റും. സോ ഡബിൾ ലിങ്ക് ലിസ്റ്റിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് അതിലേക്ക് വരുമ്പോഴത്തേക്ക് പറയാം. നമുക്ക് സിംഗിൾ ലിങ്ക് ലിസ്റ്റിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ നമുക്ക് അതിനെ ട്രവേഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, അതിന്റെ ലിങ്ക് എല്ലാം ഫോർവേഡ് ആണ് ലിങ്ക് കിടക്കുന്നത് അല്ലെ. ഫോർവേഡ് ലിങ്ക് കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവേഴ്സ് ഓർഡറിൽ അതിനെ ട്രവേഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ ഡബിൾ ലിങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അഡ്രസ് നെക്സ്റ്റും പ്രീവിയസും ഉണ്ടായതുകൊണ്ട് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ അതിനെ ട്രവേഴ്സ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഞാൻ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡബിൾ ലിങ്ക് ലിസ്റ്റിന്റെ ഓപ്പറേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ അതിന്റെ ഓപ്പറേഷനിലേക്ക് പോവുകയാണ്. ഡബിൾ ലിങ്ക് ലിസ്റ്റ് ഇൻസേർട്ട് അറ്റ് ബിഗിനിങ്. എങ്ങനെ നമുക്കൊരു ഡബിൾ ലിങ്ക് ലിസ്റ്റിൽ ഒരു നോഡിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ള കേസാണ് പറയാൻ പോകുന്നത്. അപ്പം സിംഗിൾ ലിങ്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ രണ്ട് അഡ്രസ് പാർട്ടുകൾ വരുന്നുണ്ട്. നെക്സ്റ്റ് അഡ്രസ്സും ഉണ്ട്, പ്രീവിയസ് അഡ്രസ്സും ഉണ്ട്. അപ്പോൾ നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ നമ്മളൊരു ലിങ്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുമ്പോഴും റിമൂവ് ചെയ്യുമ്പോഴും അതിന്റെ ഈ രണ്ട് അഡ്രസ് പാർട്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് അഡ്രസ് പാർട്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യണം, പ്രീവിയസ് അഡ്രസ് പാർട്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇൻസേർട്ട് അറ്റ് ബിഗിനിങ്ങിലേക്ക് ഒരു ലിങ്ക് ലിസ്റ്റിന്റെ ബിഗിനിങ്ങിലേക്ക് ഒരു ഡബിൾ ലിങ്ക് ലിസ്റ്റിന്റെ ബിഗിനിങ്ങിലേക്ക് ഞാനൊരു ഒരു നോഡിനെ ആഡ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കോളൂ, ഫസ്റ്റ് ഇഫ് ദ ലിങ്ക് ലിസ്റ്റ് എം ടി ആണെങ്കിൽ ദാറ്റ് ഈസ് ഹെഡ് ഈക്വൽ ടു നൾ. സെയിം ആണ്, ഹെഡിന്റെ പ്രൊസീജിയർ എല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. ഹെഡ് നള്ളാണെങ്കിൽ, സോ ഹെഡ് എന്ന് പറഞ്ഞാണ്ട് ഈ കാണുന്നതാണ്, അതിനകത്ത് ഡേറ്റ ഇല്ല, നെക്സ്റ്റ് പാർട്ടും ഇല്ല, നള്ളാണ്. നള്ളാണെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യാം, നമ്മൾ പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കേസ്, അതിന്റെ ഡേറ്റ പാർട്ട് ഫിൽ ചെയ്തു. അതിന്റെ ഡേറ്റ പാർട്ട് ഉണ്ട്, രണ്ട് അഡ്രസ് പാർട്ടുകളുണ്ട്, ഒന്ന് നെക്സ്റ്റ് പാർട്ട്, ഒന്ന് പ്രീവിയസ് പാർട്ട്. ഓക്കെ, then assign its next part null and previous part null. When new arrow next equal to null കൊടുത്തു, new arrow previous equal to null കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ഇതാണ്ട് ഞാൻ നൾ അസൈൻ ചെയ്തതിന് ശേഷമുള്ള അതിന്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ന്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ലിങ്ക് ലിസ്റ്റ് ഡേറ്റ 10 ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അഡ്രസ് 1020 ആണ്. ദെൻ അതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ നൾ കൊടുത്തിരിക്കുകയാണ് 0000. ദെൻ പ്രീവിയസ് പാർട്ടിൽ ഞാൻ അഡ്രസ് 0 കൊടുത്തിരിക്കുകയാണ്, ദാറ്റ് ഇസ് നൾ കൊടുത്തിരിക്കുകയാണ് അല്ലേ. ദെൻ ഇനി നമുക്ക് ചെയ്യാവുന്ന കേസ് എന്താ, കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഹെഡ് എന്ന് പറയുന്ന നോഡ് നള്ളാണ് ഇല്ലേ, ഹെഡിനകത്ത് ഡേറ്റ ഒന്നുമില്ല, അല്ലെങ്കിൽ നള്ളാണ്, ഒരു എം ടി ലിങ്ക് ലിസ്റ്റ് ആണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പുതിയ നോഡിന് എന്ത് പേര് കൊടുത്താൽ മതി, ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ലിങ്ക് ലിസ്റ്റിലെ ഒരു എലമെന്റ് ആയി, സോറി ഡബിൾ ലിങ്ക് ലിസ്റ്റിലെ ഒരു എലമെന്റ് ആയി. സോ അസൈൻ നെയിം ഹെഡ് ടു ന്യൂ നോഡ്. അപ്പം ന്യൂ നോഡിന് ഞാൻ എന്ത് പേര് കൊടുത്തു, ഹെഡ് എന്ന് പറയുന്ന നെയിം കൊടുത്തു. സോ 10 എന്ന് പറയുന്ന ഈ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡിന്റെ പേര് എന്താക്കി മാറ്റി, ഹെഡ് ആക്കി മാറ്റി. സോ ഒരു സിംഗിൾ എലമെന്റ് ഉള്ള ഒരു ലിങ്ക് ലിസ്റ്റ് ആയിട്ട് അത് മാറി. അപ്പൊ എം ടി ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ഇൻസേർട്ട് അറ്റ് ബിഗിനിങ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് നമ്മളിപ്പം പറയുന്നത്. ഇനി നോക്കിക്കോളൂ, ഇൻസേർട്ട് അറ്റ് ബിഗിനിങ് എന്താണ്, എം ടി ലിങ്ക് ലിസ്റ്റ് ആണല്ല, ലിങ്ക് ലിസ്റ്റ് കണ്ടെയ്നിങ് സം നോഡ്സ്, കുറച്ച് നോഡുകൾ അതിനകത്ത് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ അല്ലേ. അപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ ഫസ്റ്റ് നോഡ് ഹെഡ് ആണ്, പിന്നെ നമുക്ക് കുറച്ച് നോഡുകൾ കിടക്കുന്നു 15, 25, ദെൻ ലാസ്റ്റ് നോഡിനെ നമ്മൾ നള്ളാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയിപ്പോ നമുക്ക് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യണം. അത് അറ്റ് ദ ബിഗിനിങ്ങിലേക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ഡബിൾ ലിങ്ക് ലിസ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ ബിഗിനിങ്ങിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ അതിന്റെ ബിഗിനിങ്ങിലേക്ക് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. ന്യൂ നോഡിന്റെ നെക്സ്റ്റ് പിടിച്ചിട്ട് എവിടെ കൊടുക്കുക, ഹെഡിലേക്ക് കൊടുക്കുക. ദെൻ ഇനി ഹെഡിന്റെ നോഡ് ഇപ്പം നള്ളിലേക്കായിരുന്നു പോയിന്റ് ചെയ്തിരുന്നത്, ഹെഡിന്റെ പ്രീവിയസ് നള്ളിലേക്കായിരുന്നു പോയിന്റ് ചെയ്തിരുന്നത്. സോ ഹെഡിന്റെ പ്രീവിയസിനെ പിടിച്ചിട്ട് എവിടെ കൊടുക്കുക, ന്യൂയിലേക്ക് കൊടുക്കുക. ന്യൂവിന്റെ പ്രീവിയസിനെ പിടിച്ചിട്ട് എവിടെ കൊടുക്കുക, നള്ളിലേക്ക് കൊടുക്കുക. 3 ഓപ്പറേഷൻസ് നമ്മൾ ഇവിടെ ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ന്യൂ നോഡിനെ നമുക്ക് ഹെഡിന് മുന്നേ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്, ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ദാണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കേസ് വിചാരിച്ചോളൂ. ദാണ്ട് ഈ ഹെഡിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ദാണ്ട് ഈ ന്യൂ നോഡിനെ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. സോ താഴേക്ക് തന്നെ നോക്കിക്കോളൂ, ദാണ്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഹെഡ് നോഡ്, ഇത് നമ്മുടെ കറന്റ്ലി ഉള്ള നോഡാണ്. ഞാനൊരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു അല്ലേ. ഈ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ബിഗിനിങ്ങിലേക്ക്, ദാറ്റ് ഈസ് ഇതിന്റെ ഈ ഹെഡിന് മുന്നേ ആയിട്ട് ഇതിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ന്യൂ നോഡിൽ നമുക്ക് ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുക്കണം. അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള പ്രോസസ് എന്താ, ന്യൂവിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് ഹെഡിലേക്ക് കൊടുക്കണം. ഫസ്റ്റ് ഹെഡിന്റെ പ്രീവിയസ് പിടിച്ചിട്ട് എവിടെ കൊടുക്കണം, ന്യൂവിലേക്ക് കൊടുക്കണം അല്ലേ. ദെൻ ന്യൂവിന്റെ പ്രീവിയസ് എന്ത് കൊടുക്കണം, നള്ളിലേക്ക് കൊടുക്കണം. ദെൻ ന്യൂവിന് എന്ത് പേര് കൊടുക്കണം, ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുക്കണം. കഴിയും. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻസേർട്ട് അറ്റ് ബിഗിനിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഞാനതൊന്ന് ചെയ്യാം, നോക്കിക്കോളൂ. ഞാനിവിടെ ന്യൂ നോഡിന്റെ കേസ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്, ന്യൂവിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് എവിടെ കൊടുക്കുക, ഹെഡിലേക്ക് കൊടുക്കുക. ന്യൂവിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് ഹെഡിലേക്ക് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടുള്ളത്, ഹെഡിന്റെ പ്രീവിയസ് പിടിച്ചിട്ട് എവിടെ കൊടുക്കുക, ന്യൂവിലേക്ക് കൊടുക്കുക. ഹെഡിന്റെ പ്രീവിയസിന് നമ്മൾ ന്യൂവിലേക്ക് കൊടുത്തു അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടുള്ളത്, ന്യൂവിന്റെ പ്രീവിയസ് പിടിച്ചിട്ട് എവിടെ കൊടുക്കുക, നള്ളിലേക്ക് കൊടുക്കുക. ന്യൂവിന്റെ പ്രീവിയസ് നള്ളിലേക്ക് കൊടുത്തു. അവിടെ നൾ അസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കും, നള്ളിലേക്ക് കൊടുത്തു.
അല്ലേ? അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തായത്, ന്യൂവിന്റെ നെക്സ്റ്റിനെ നമ്മൾ ഹെഡിലേക്ക് കൊടുത്തു, ഹെഡിന്റെ പ്രീവിയസിനെ നമ്മൾ ന്യൂയിലേക്ക് കൊടുത്തു, ദെൻ ന്യൂവിന്റെ പ്രീവിയസിനെ നമ്മൾ എവിടേക്ക് കൊടുത്തു, നള്ളിലേക്ക് കൊടുത്തു. ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു ന്യൂ നോഡിനെ നമ്മുടെ ഹെഡിന്റെ ഫ്രണ്ടിലേക്ക് കണക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ ന്യൂ എന്ന് പറയുന്ന നെയിം മാറ്റിയിട്ട് എന്ത് കൊടുക്കണം, ഹെഡ് എന്ന് പറയുന്ന നെയിം ആക്കണം. സോ ഹെഡ് നോഡിന് നമ്മൾ ഹെഡ് മീൻസ് ന്യൂവിന് നമ്മൾ പുതിയൊരു പേര് കൊടുക്കണം. എന്താണ്? ഹെഡ്. ന്യൂവിന് നമ്മൾ ഹെഡ് എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കണം. സോ ഹെഡ് ഈക്വൽ ടു ന്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഈ ഹെഡ് എന്ന് പറയുന്ന നെയിം ആർക്ക് എന്ന് കിട്ടും, ന്യൂ നോഡിന് ഹെഡ് എന്ന് പറയുന്ന നെയിം കിട്ടും. സോ ഹെഡ് അല്ലേ? ഇപ്പൊ നമ്മളുടെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ നോഡാണ് നമ്മളുടെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഹെഡ് നോഡായിട്ട് മാറിയത്. സോ നമ്മൾ എന്ത് ചെയ്തു, ബിഗിനിങ്ങിലേക്ക് പുതിയ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിന്റെ ഒരു നോഡിനെ ആഡ് ചെയ്തു. സോ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടുള്ള കാര്യങ്ങൾ മറ്റേടത്ത് നമുക്ക് മീൻസ് സിംഗിൾ ലിങ്ക് ലിസ്റ്റിന്റെ കേസിൽ നമുക്ക് ജസ്റ്റ് ഹെഡിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് ന്യൂ നോഡിലേക്ക് ആഡ് ചെയ്തിട്ട് ന്യൂ നോഡിന് ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെ ചെയ്താൽ പോരാ. ഹെഡിന്റെ നെക്സ്റ്റിനെ നമ്മൾ ന്യൂവിന്റെ നെക്സ്റ്റിനെ നമ്മൾ ഹെഡിലേക്ക് ആഡ് ചെയ്യണം, ഹെഡിന്റെ പ്രീവിയസിനെ ന്യൂയിലേക്ക് ആഡ് ചെയ്യണം. കണ്ടോ, അവിടെ രണ്ടും കണക്ട് ചെയ്യണം, നെക്സ്റ്റും കണക്ട് ചെയ്യണം, പ്രീവിയസും കണക്ട് ചെയ്യണം. ദെൻ ന്യൂവിന്റെ പ്രീവിയസിനെ നമ്മൾ നള്ളിലേക്ക് കൊടുക്കുക, ദെൻ ന്യൂവിന് നമ്മൾ എന്ത് പേര് കൊടുക്കുക, ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിന്റെ ഇൻസേർഷൻ അറ്റ് ബിഗിനിങ് എന്ന് പറയുന്നത്. സോ നോക്കിക്കോളൂ, ഞാൻ അതിന്റെ പ്രൊസീജിയർ നോക്കിക്കോളൂ. ക്രിയേറ്റ് എ ന്യൂ നോഡ് ആൻഡ് ഫിൽ ഡേറ്റ പാർട്ട്. സോ ന്യൂ ആരോ ഡേറ്റ ഈക്വൽ ടു ഡേറ്റ, ചെക്ക് ഹെഡ് ഈക്വൽ ടു നൾ. ട്രൂ ആണെങ്കിൽ നമ്മൾ നേരെ വരിക, അതർവൈസ് ഗോ ടു സ്റ്റെപ്പ് 3 അല്ലേ? അപ്പം ഹെഡ് നൾ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രോസസ് സെറ്റ് ഹെഡ് ഈക്വൽ ടു ന്യൂ, ദെൻ ഹെഡ് ആരോ നെക്സ്റ്റ് ഈക്വൽ ടു നൾ, ഹെഡ് ആരോ പ്രീവിയസ് ഈസ് ഈക്വൽ ടു നൾ, ദെൻ ആക്ച്വലി സ്റ്റോപ്പ് അല്ല, എൽസ് പാർട്ട് അവിടെ എഴുതിയിട്ടില്ല. സെറ്റ് ഹെഡ് ഈക്വൽ ടു ന്യൂ, സെറ്റ് ഹെഡ് ഈക്വൽ ടു ന്യൂ. ഓക്കെ, അത് സ്റ്റെപ്പ് 3 അല്ല, ആക്ച്വലി സ്റ്റെപ്പ് 2ന്റെ പാർട്ട് തന്നെയാണ്. സ്റ്റെപ്പ് 2ന്റെ പാർട്ട് തന്നെയാണ്. ഓക്കെ, അവിടെ ആ ഒരു നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടുള്ളത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടുള്ളത്? ഹെഡ് ഈക്വൽ ടു ന്യൂ, ന്യൂവിന് ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുക്കുക. അത് ഓൾറെഡി നമ്മൾ കൊടുത്തു അല്ലേ? ഹെഡിന് ന്യൂ എന്ന് പറയുന്ന പേര് കൊടുത്തു, ഹെഡിന്റെ നെക്സ്റ്റിനെ നള്ളാക്കി, ഹെഡിന്റെ പ്രീവിയസിനെ നള്ളാക്കി അല്ലേ? ഇനി സ്റ്റെപ്പ് 3യിൽ ചെയ്യേണ്ടുള്ള പ്രൊസീജിയർ, നമ്മൾ ചെയ്യേണ്ടുള്ള പ്രൊസീജിയർ എന്താണ്? സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾറെഡി നമുക്ക് കുറച്ച് നോഡുകൾ ഉണ്ട് അല്ലേ? ഓൾറെഡി കുറച്ച് നോഡുകൾ ഉണ്ടാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ന്യൂവിന്റെ നെക്സ്റ്റ് അല്ലേ? ന്യൂവിന്റെ നെക്സ്റ്റിനെ എവിടേക്ക് കണക്ട് ചെയ്യാം? ന്യൂവിന്റെ നെക്സ്റ്റിനെ നമ്മൾ ഹെഡിലേക്ക് കണക്ട് ചെയ്യാം അല്ലേ? ദെൻ ഹെഡിന്റെ പ്രീവിയസിനെ എവിടേക്ക് കണക്ട് ചെയ്യാം? ഹെഡിന്റെ പ്രീവിയസിനെ നമ്മൾ എവിടേക്ക് കണക്ട് ചെയ്യാം? ഹെഡിന്റെ പ്രീവിയസ് നമ്മൾ എവിടേക്ക് കണക്ട് ചെയ്യാം? ന്യൂയിലേക്ക് കണക്ട് ചെയ്യും. ഹെഡിന്റെ പ്രീവിയസിനെ നമുക്ക് ന്യൂയിലേക്ക് കണക്ട് ചെയ്യാം. സോ ന്യൂവിന്റെ നെക്സ്റ്റിനെ നമ്മൾ ഹെഡിലേക്ക് കണക്ട് ചെയ്തു, ഹെഡിന്റെ പ്രീവിയസിനെ നമ്മൾ ന്യൂയിലേക്ക് കണക്ട് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ന്യൂവിന്റെ പ്രീവിയസിനെ എവിടേക്ക് കൊടുക്കുക? നള്ളിലേക്ക് കൊടുക്കും അല്ലേ? ന്യൂവിന്റെ പ്രീവിയസിനെ നള്ളിലേക്ക് കൊടുക്കും. ഇനി ലാസ്റ്റ് പ്രൊസീജിയർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രൊസീജിയർ. എന്ത് ചെയ്യണം? ന്യൂവിന് ഹെഡ് എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കണം. ന്യൂവിന് ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുക്കണം അല്ലേ? അപ്പം ഹെഡ് ഈക്വൽ ടു ന്യൂ, ഹെഡ് ഈക്വൽ ടു ന്യൂ അല്ലേ? അപ്പൊ ന്യൂവിന് നമ്മൾ എന്ത് പേര് കൊടുത്തു? ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുത്തു. അതിനുശേഷം സ്റ്റോപ്പ്. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളുടെ ഇൻസേർട്ട് അറ്റ് ബിഗിനിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഒരു ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിന്റെ ഇൻസേർട്ട് അറ്റ് ബിഗിനിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഞാൻ ഒന്നുകൂടെ ആ ഒരു കേസ് പറയാം. നമ്മളൊരു ന്യൂ നോഡിനെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ്. ഫസ്റ്റ് കേസ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കാരണം ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ ആദ്യം വന്ന് ഞാൻ ചെക്ക് ചെയ്തു ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് എം ടി ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തു. ലിങ്ക് ലിസ്റ്റ് എം ടി ആണെങ്കിൽ ഹെഡ് ഈക്വൽ ടു നള്ളായിരിക്കും. എം ടി ആണ്. എം ടി ആണെങ്കിൽ നമ്മൾ പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുക. പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്ത് ന്യൂ ക്രിയേറ്റ് ചെയ്ത് ന്യൂവിന്റെ നെക്സ്റ്റും പ്രീവിയസും നള്ളാക്കി. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ആ ന്യൂവിന് ഹെഡ് എന്ന് പറയുന്ന ഒരു പേര് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ന്യൂവിന് ഹെഡ് എന്ന് പറയുന്ന പേര് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഒരു സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ഡബിൾ ലിങ്ക് ലിസ്റ്റ് ഒറ്റ നോഡേ ഉള്ളൂ എങ്കിലുള്ള കേസ്, സിംഗിൾ നോഡുള്ള കേസിലാണ്. ഹെഡ് മീൻസ് നള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ സിംഗിൾ നോഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത കേസ് ലിങ്ക് ലിസ്റ്റ് നോട്ട് എം ടി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് എം ടി ആണെങ്കിൽ പുതിയൊരു നോഡ് ബിഗിനിങ്ങിലാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം? പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ? പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യണം.
അല്ലേ? പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ന്യൂ എന്ന് പറയുന്ന ഒരു നോഡ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഡേറ്റ പാർട്ട് സ്റ്റോർ ചെയ്തു. ഇതായിരുന്നു ന്യൂ എന്ന് പറയുന്ന നോഡ്, അതിനകത്ത് ഡേറ്റ പാർട്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യേണ്ടുള്ളത്? ഡേറ്റ പാർട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ന്യൂവിന്റെ നെക്സ്റ്റിനെ പിടിച്ച് ഹെഡിലേക്ക് കൊടുക്കണം, ഹെഡിന്റെ പ്രീവിയസ് പിടിച്ച് ന്യൂയിലേക്ക് കൊടുക്കണം, ന്യൂവിന്റെ പ്രീവിയസ് എന്താക്കണം? നള്ളാക്കണം. ഇത്രയേ ഉള്ളൂ, 3 കാര്യങ്ങൾ. സോ ഞാൻ ചെയ്യാണ്. ന്യൂവിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് എവിടേക്ക് കൊടുത്തു? ഹെഡിലേക്ക് കൊടുത്തു. ദെൻ ഹെഡിന്റെ പ്രീവിയസ് പിടിച്ചിട്ട് ഞാൻ എവിടേക്ക് കൊടുത്തു? ന്യൂയിലേക്ക് കൊടുത്തു. ദെൻ ന്യൂവിന്റെ നെക്സ്റ്റിന് ഞാൻ ന്യൂവിന്റെ പ്രീവിയസ് എന്താക്കി? നള്ളാക്കി. ഓക്കെ, അപ്പൊ നമ്മുടെ അൽഗോരിതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ ഡേറ്റ പാർട്ട് ഫില്ല് ചെയ്യുക. ഹെഡ് ഈക്വൽ ടു നൾ ആണെങ്കിൽ ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ന്യൂവിന് ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുത്തു. ദെൻ ഹെഡിന്റെ നെക്സ്റ്റ് നള്ളാക്കി, ഹെഡിന്റെ പ്രീവിയസ് നള്ളാക്കി. രണ്ടായാലും ഒന്ന് തന്നെ. ന്യൂവിന്റെ നെക്സ്റ്റിനെയും പ്രീവിയസിനെയും നള്ളാക്കി കഴിഞ്ഞാലും ഹെഡ് അതിനുശേഷം നമുക്ക് എന്ത് കൊടുത്താൽ മതി? ന്യൂവിന് ഹെഡ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ആണ്. ഇനി അതല്ല, നമുക്ക് പുതിയ നോഡ് ഉണ്ട് എന്ന് വിചാരിച്ചു, കുറെ നോഡുകൾ ഉണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂവിന്റെ നെക്സ്റ്റിനെ എന്തിലേക്ക് അസൈൻ ചെയ്യണം? ഹെഡിലേക്ക് അസൈൻ ചെയ്യണം. ഹെഡിന്റെ പ്രീവിയസിനെ ന്യൂവിലേക്ക് അസൈൻ ചെയ്യണം. ന്യൂവിന്റെ പ്രീവിയസിനെ നള്ളിലേക്ക് അസൈൻ ചെയ്യണം. ദെൻ ന്യൂവിന് ഹെഡ് എന്ന് പറയുന്ന ഒരു നെയിം കൊടുക്കും. ഓക്കെ ആണല്ലോ? സോ ഇതാണ് ഇൻസേർട്ടഡ് ബിഗിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ഇൻസേർട്ടഡ് അല്ലേ? ഇൻസേർട്ടഡ് എൻഡ്. ഒരു ഡബിൾ ലിങ്ക് ലിസ്റ്റിന്റെ എൻഡിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, എൻഡിലേക്ക്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്? ലിങ്ക് ലിസ്റ്റ് എം ടി ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ലിങ്ക് ലിസ്റ്റ് എം ടി ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തു. എം ടി ആണെങ്കിൽ നമ്മൾ പഴയ പ്രൊസീജിയർ തന്നെയാണ്. എന്താണ്? ജസ്റ്റ് നോഡ് ക്രിയേറ്റ് ചെയ്യുക, അതിനകത്തേക്ക് ഡാറ്റ ഫില്ല് ചെയ്യുക, അതിന്റെ നെക്സ്റ്റും പ്രീവിയസും നള്ളാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ നോഡിന്, ആ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡിന് ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുക്കുക. തീർന്നു. ഇൻസേർട്ടഡ് എൻഡിന്റെ കേസിലാണെങ്കിലും ബിഗിനിങ്ങിന്റെ കേസിലാണെങ്കിലും ഒരു ലിങ്ക് ലിസ്റ്റ് എം ജി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡിന് ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും. ഇനി അതല്ല, നമുക്ക് കുറെ നോഡുകൾ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. കണ്ടെയ്ൻ സം നോട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദാണ്ട് ഇങ്ങനെയാണ് നമുക്ക് വരിക, അല്ലേ? ഹെഡ് ഇതാണ്, കുറച്ച് നോഡുകൾ ഇവിടെ ഉണ്ട്. പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക, അല്ലേ? പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ ഒന്നും ഇവിടെ ശ്രദ്ധിച്ചോളൂ. പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തു. ഇതാണ്. ദെൻ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്? ഒരു ടെം നോഡ്, ഹെഡിലേക്ക് ഒരു ടെം നോഡ് സെറ്റ് ചെയ്യുക. ദെൻ ആ ടെമ്പിനെ മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡിലേക്ക് കൊണ്ടുവരിക. ടെമ്പിനെ മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ ഈ ടെമ്പിനെ നമ്മൾ എന്ത് ക്രിയേറ്റ് ടെമ്പററി നോഡ് ടെമ്പ് ആൻഡ് അസൈൻ ടു ഹെഡ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ടെമ്പിനെ നമ്മൾ മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡിലേക്ക് കൊണ്ടുവരിക. ടെമ്പിനെ മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഞാൻ ടെമ്പിനെ മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇതാണ് നമ്മളുടെ ന്യൂ നോഡ് എന്ന് വിചാരിക്കുക. ലാസ്റ്റിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ന്യൂ നോഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടെമ്പിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് എവിടേക്ക് കൊടുക്കണം? ഇപ്പൊ ടെമ്പിന്റെ നെക്സ്റ്റ് നള്ളാണ്, അല്ലേ? നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടുള്ളത്? ടെമ്പിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് നമ്മൾ എവിടേക്ക് കൊടുക്കണം? ന്യൂയിലേക്ക് കൊടുക്കണം. ഓക്കെ, കൊടുത്തു. ഇനി ന്യൂവിന്റെ പ്രീവിയസിനെ പിടിച്ചിട്ട് എവിടേക്ക് കൊടുക്കണം? നമ്മൾ ടെമ്പിലേക്ക് കൊടുക്കണം. ന്യൂവിന്റെ പ്രീവിയസിനെ പിടിച്ചിട്ട് നമ്മൾ ടെമ്പിലേക്ക് കൊടുക്കണം. ഇനി ന്യൂവിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് നമ്മൾ എവിടേക്ക് കൊടുക്കണം? നള്ളിലേക്ക് കൊടുക്കണം. കണ്ട, 3 ഓപ്പറേഷൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തായി? ഇൻസേർട്ടഡ് എൻഡ് ആയി. ഇൻസേർട്ടഡ് എൻഡ് ശ്രദ്ധിച്ചോണം. ഇൻസേർട്ടഡ് എൻഡ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്? നമ്മളുടെ കയ്യിൽ നോഡിൽ കുറെ സാധനങ്ങളുണ്ട്, അല്ലേ? നമ്മളുടെ നോഡിൽ കുറെ സാധനങ്ങളുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മുടെ ടെമ്പിൽ, നമ്മുടെ ഹെഡില് എന്ത് ചെയ്തു? ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ഹെഡിന് ഒരു പേരും കൂടെ കൊടുത്തു, ടെമ്പ്. ഹെഡിന് ഒരു പേരും കൂടെ നമ്മൾ കൊടുത്തു, ടെമ്പ്. ഓക്കെ, ഹെഡിന് നമ്മളൊരു പുതിയ പേര് കൂടെ കൊടുത്തു, ടെമ്പ്. ജസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ദെൻ നമ്മൾ ആ ടെമ്പിനെ മൂവ് ചെയ്ത് എന്ത് ചെയ്തു? ലാസ്റ്റ് നോഡിൽ കൊണ്ടുവന്നു. ടെമ്പ് ഇപ്പൊ ദാണ്ട് നൾ, ടെമ്പാരോ നെക്സ്റ്റ് ഇപ്പൊ നള്ളാണ്, അല്ലേ? എന്നിട്ട് നമ്മുടെ ന്യൂ നോഡ് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ന്യൂ നോഡ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ന്യൂ നോഡ് ദാണ്ട് ഇവിടെ തന്നെ ഉണ്ട്, അവൈലബിൾ ആണ് ന്യൂ നോഡ്. ഇനി എന്ത് ചെയ്താൽ മതി? ടെമ്പിന്റെ നെക്സ്റ്റിലേക്ക് നമ്മൾ ആരെ അസൈൻ ചെയ്യുക? ന്യൂ നോഡിനെ അസൈൻ ചെയ്യുക. ടെമ്പിന്റെ നെക്സ്റ്റിലേക്ക് ന്യൂ നോഡിനെ അസൈൻ ചെയ്യാം. ഇനി ന്യൂവിന്റെ പ്രീവിയസിലേക്ക് നമ്മൾ എന്തിനെ അസൈൻ ചെയ്യുക? ടെമ്പിനെ അസൈൻ ചെയ്യുക. ഓക്കെ, ദെൻ ന്യൂവിന്റെ നെക്സ്റ്റിലേക്ക് ആരെ അസൈൻ ചെയ്ത് കൊടുക്കുക? നള്ളിനെ അസൈൻ ചെയ്തു. കഴിയും, അല്ലേ? സോ നമുക്ക് അടുത്ത സ്ലൈഡിൽ അതിന്റെ കാര്യങ്ങൾ നോക്കാം. മൂവ് ടെം നോഡ് ടു ദ എൻഡ് ഓഫ് ലിങ്ക് ലിസ്റ്റ് ബൈ റിപ്പീറ്റിംഗ് ദ സ്റ്റെപ്പ് ടെമ്പ് ഈക്വൽ ടു ടെമ്പാരോ നെക്സ്റ്റ്, അല്ലേ? അണ്ടിൽ ടെമ്പാരോ നെക്സ്റ്റ് ഈക്വൽ ടു നൾ. ടെമ്പിന്റെ നെക്സ്റ്റ് നള്ളാവുന്ന വരെ മൂവ് ചെയ്തു. സോ ഹെഡ് ഇതായിരുന്നു, ഞാൻ ടെമ്പ് ഇവിടെ വരെ മൂവ് ചെയ്തു. ഇതാണ് എന്റെ ന്യൂ നോഡ്, അല്ലേ? ഇനി എന്ത് ചെയ്തു? അതാണ്ട് ഹെഡ് വന്നു, ടെമ്പ്, എന്റെ ന്യൂ നോഡ് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ടെമ്പിന്റെ നെക്സ്റ്റിന് ഞാൻ ഇവിടെ എഴുതിക്കൊണ്ട് ടെമ്പാരോ നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ. സോ ടെമ്പിന്റെ നെക്സ്റ്റിനെ ഞാൻ ന്യൂയിലേക്ക് അസൈൻ ചെയ്തു. ഇനി ന്യൂ ആരോ നെക്സ്റ്റ് ഈക്വൽ ടു നൾ. ന്യൂവിന്റെ നെക്സ്റ്റിനെ ഞാൻ നള്ളിലേക്ക് അസൈൻ ചെയ്തു.
കണ്ടോ? ഇനി ന്യൂ ആരോ പ്രീവിയസ് ഇസ് ഈക്വൽ ടു ടെമ്പ്. കണ്ടോ? ന്യൂവിന്റെ പ്രീവിയസിനെ ഞാൻ എവിടേക്ക് കൊടുക്കണം? ടെമ്പിലേക്ക് കൊടുക്കണം. ന്യൂവിന്റെ പ്രീവിയസിനെ ഞാൻ ടെമ്പിലേക്ക് കൊടുക്കണം. കണ്ടോ? ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഡബിളി ലിങ്ക് ലിസ്റ്റിന്റെ ലാസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പുതിയൊരു നോഡിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ അതേ കണക്ക് കൊണ്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അൽഗോരിതം കംപ്ലീറ്റ് ആവും അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കേ, അടുത്ത നമ്മുടെ അൽഗോരിതത്തിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ അൽഗോരിതം നോക്ക്, ക്രിയേറ്റ് എ ന്യൂ നോഡ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. ഓക്കെ, ക്രിയേറ്റ് എ ന്യൂ നോഡ് ആൻഡ് ഫിൽ ദ ഡേറ്റ പാർട്ട് ഫിൽ ചെയ്ത് ചെക്ക് ഹെഡ് ഈക്വൽ ടു നൾ ആണെങ്കിൽ ഹെഡിന് ന്യൂ എന്ന് പറയുന്ന പേര് കൊടുത്തു. ദെൻ ഹെഡിന്റെ നെക്സ്റ്റും ഹെഡിന്റെ പ്രീവിയസിനെയും നള്ളാക്കി. ഇനി നമുക്ക് മൂവ് ചെയ്താണ് പോകേണ്ടുള്ളത്. എങ്ങോട്ട് മൂവ് ചെയ്ത് പോകണം? ലാസ്റ്റ് നോഡ് വരെ മൂവ് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഹെഡിന് ടെമ്പ് എന്ന് പറയുന്ന ഒരു നെയിം കൊടുത്തു. ദെൻ റിപ്പീറ്റ് ദ ഫോളോയിങ് സ്റ്റെപ്പ് അണ്ടിൽ ടെമ്പാരോ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. Then go to step 5. So 4 നമ്മൾ എന്താ ചെയ്യുന്നത്? ടെമ്പിന്റെ നെക്സ്റ്റിനെ ന്യൂവിലേക്ക് അസൈൻ ചെയ്തു അല്ലേ? ന്യൂവിന്റെ പ്രീവിയസിനെ ടെമ്പിലേക്ക് അസൈൻ ചെയ്തു. ന്യൂവിന്റെ നെക്സ്റ്റിനെ നള്ളിലേക്ക് അസൈൻ ചെയ്തു. ദെൻ സ്റ്റോപ്പ്. റെഡി ആണല്ലോ അല്ലേ? സോ ഇതാണ് നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മളുടെ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്? ഡബിളി ലിങ്ക് ലിസ്റ്റ് ഒരു നോഡിനെ ആഡ് ചെയ്യുന്ന കേസ്. ഓക്കെ, ഈ സ്റ്റെപ്പ് നമ്പറുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുണ്ടാവും. ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്തപ്പോഴുണ്ടാവുന്ന മിസ്റ്റേക്കുകളാണ്. ഓക്കെ, നിങ്ങൾ ആ കണ്ടന്റ് ചെക്ക് ചെയ്യുക, സ്റ്റെപ്പ് നമ്പറുകൾ ഒന്ന് കറക്റ്റ് ചെയ്യും. ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്തേക്കാം. അത് സ്റ്റെപ്പ് നമ്പറുകൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ലോജിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു കാര്യമല്ല, നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 അതിനകത്തൊക്കെ ഞാൻ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഇൻസേർട്ട് അറ്റ് ദ എൻഡ്. ഒരു ഡബിളി ലിങ്ക് ലിസ്റ്റിന്റെ എൻഡിലേക്ക് നമുക്ക് ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്ന കോഡ് എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പോകുന്നതാണ് ഡബിളി ലിങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഡിലീറ്റ് അറ്റ് ദ ബിഗിനിങ്. ഒരു ഡബിളി ലിങ്ക് ലിസ്റ്റിന്റെ ബിഗിനിങ്ങിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ള കേസാണ് ഞാൻ പോകുന്നത്. ഇപ്പൊ ലിങ്ക് ലിസ്റ്റ് എം ടി ആണെങ്കിൽ നോട്ട് ടു ബി ഡിലീറ്റഡ്. നമുക്കൊരു എലമെന്റും ഇതില്ല, ഡിലീറ്റ് ചെയ്യാനില്ല. ലിങ്ക് ഹെഡ് നള്ളാണ്. ദാറ്റ് ഈസ് ലിങ്ക് ലിസ്റ്റ് എം ടി ആണെങ്കിൽ പിന്നെ അതിനകത്ത് നോഡുകളൊന്നും തന്നെ ഇല്ലല്ലോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല, ലിങ്ക് ലിസ്റ്റ് എം ടി അല്ല, ലിങ്ക് ലിസ്റ്റ് നോട്ട് എം ടി. അപ്പൊ നമുക്കറിയാം കുറച്ച് നോഡുകൾ അതിനുണ്ട് എന്നുള്ള കേസ് മനസ്സിലായി. ഹെഡ് നോഡ് ഉണ്ട്, ദെൻ നെക്സ്റ്റ് നോഡ് ഉണ്ട്, ദെൻ ഹെഡിന്റെ നെക്സ്റ്റ് നോഡ് ഉണ്ട്, പിന്നെ കുറച്ച് നോഡുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ലാസ്റ്റ് നോഡ് നള്ളിലേക്ക് പോയിന്റ് ചെയ്യുന്നു വിചാരിക്കും. ഓക്കെ, അപ്പൊ ഡിലീറ്റ് അറ്റ് ബിഗിനിങ് ആണ് എനിക്ക് ജസ്റ്റ് ബിഗിനിങ്. സോ ഇവിടാണ് നമ്മളുടെ നമ്മൾ ഇന്നലെ പറഞ്ഞു എന്താണ് നമ്മളുടെ ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടാണ് വരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഇനി ഗാർബേജ് കളക്ഷൻ ഞാൻ നമ്മുടെ പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് അതിന്റെ ഒരു ഡെഫിനേഷൻ മാത്രം പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. അതിന്റെ എക്സാമ്പിൾ നിങ്ങൾ ഇവിടുന്ന് തന്നെ എക്സാമ്പിൾ നിങ്ങൾ അവിടേക്ക് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ബിഗിനിങ്ങിൽ നിന്ന് നമുക്കൊരു നോഡിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹെഡ് നോഡിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. വേണമെങ്കിൽ ഫ്രീ ഹെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹെഡ് അങ്ങ് ഡിലീറ്റ് ആയി പോകും. പക്ഷെ നമ്മുടെ ഫസ്റ്റ് നോഡിന്റെ പേര് എപ്പോഴും എന്തായിരിക്കണം? ഹെഡ് ആയിരിക്കണം. അപ്പൊ ഫസ്റ്റ് നോഡിന്റെ പേര് ഹെഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഒരു ടെമ്പററി നോഡ് ഹെഡിന് ടെമ്പർ എന്ന് പറയുന്ന ഒരു നെയിം അസൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഹെഡ് ആരോ നെക്സ്റ്റ് ഹെഡിനെ എന്ത് ചെയ്തു? ഹെഡ് ആരോ നെക്സ്റ്റിലേക്ക്, ദാറ്റ് ഈസ് ഈ 15 എന്ന് പറയുന്ന നോഡിന്റെ പേരാക്കി എന്ത് ചെയ്തു? ഹെഡിനെ മാറ്റി. ദാറ്റ് ഈസ് അത് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ എന്താണ്? ഹെഡ് ഈക്വൽ ടു ഹെഡ് ആരോ നെക്സ്റ്റ്. ദാറ്റ് ഈസ് ഹെഡ് ആരോ നെക്സ്റ്റിന് നമ്മൾ എന്ത് പേര് കൊടുത്തു? ഹെഡ് എന്ന് പേര് കൊടുത്തു. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ഹെഡ് ഈക്വൽ ടു ഹെഡ് ആരോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഹെഡ് ആരോ നെക്സ്റ്റിന് ഹെഡ് എന്ന് പറയുന്ന പേര് കൊടുത്തു. സോ എന്തായി? ഹെഡ് ആരോ നെക്സ്റ്റിന് ഹെഡ് എന്ന് പറയുന്ന പേര് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഹെഡ് ആരോ പ്രീവിയസിനെ നമുക്ക് നള്ളാക്കാം. എന്നിട്ട് ഫ്രീ ടെമ്പ് കൊടുത്തു കഴിഞ്ഞാൽ, ടെമ്പിനെ നമുക്ക് ഫ്രീ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടെമ്പ് ഡിലീറ്റ് ആയി പോകും. ടെമ്പിന് നമുക്ക് ജസ്റ്റ് ടെമ്പാരോ നെക്സ്റ്റ് ഈക്വൽ ടു നള്ളെന്ന് കൊടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും? ഈ നോഡിൽ നിന്നും ടെമ്പ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിക്കോളും. പക്ഷേ ആ ടെമ്പ് എന്ന് പറയുന്ന നോഡ്, ദാറ്റ് ഈസ്, ഞാൻ ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഞാൻ ഗാർബേജ് കളക്ഷൻ എന്താണെന്നുള്ള കേസ് പറയാണ്. ഹെഡ് ഈക്വൽ ടു ഹെഡ് ആരോ നെക്സ്റ്റ്, ഹെഡിനെ ഞാൻ ഇവിടേക്ക് മൂവ് ചെയ്തു. എന്നിട്ട് ഹെഡിന്റെ പ്രീവിയസിനെ ഞാൻ നള്ളാക്കി, ടെമ്പിന്റെ നെക്സ്റ്റിനെ ഞാൻ നള്ളാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഹെഡുമായിട്ടുള്ള കണക്ഷൻ ഞാൻ കട്ട് ചെയ്തു. ഹെഡിന്റെ പ്രീവിയസിനെ ഞാൻ നള്ളാക്കി, ടെമ്പിന്റെ നെക്സ്റ്റിനെ ഞാൻ നള്ളാക്കി. ആണല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ടെമ്പ് എന്ന് പറയുന്ന നോഡ് എന്ത് ചെയ്തു? നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ നിന്നും സെപ്പറേറ്റ് ആയി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡിലീഷൻ അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. വേറെ അതിനകത്ത് കുഴപ്പമൊന്നും വരില്ല. നമ്മൾ ഏത് പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തെറ്റുമില്ല, കറക്റ്റ് തന്നെയാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? പക്ഷേ ഈ ലിങ്ക് ലിസ്റ്റിൽ നിന്ന് നമ്മൾ ആ ടെമ്പിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ടെമ്പ് എന്ത് ചെയ്യും? മെമ്മറിയിൽ സസ്റ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ മെമ്മറിയിൽ അത് റീറ്റെയിൻ ചെയ്യും.
അപ്പൊ മെമ്മറിയിൽ കിടക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് കുറെ ടൈം അത് അൺറെഫറൻസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. കാരണം എന്താണ്, ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെയോ ഒരു സ്റ്റാക്കിന്റെയോ ക്യൂവിന്റെ മെമ്പർ അല്ലാതെ വെറും ഒരു മെമ്മറി ലൊക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ആ നോഡ് അവിടെ നിൽക്കും അല്ലേ. അപ്പൊ അത് എന്താണ്, നമ്മുടെ വേസ്റ്റേജ് ഓഫ് മെമ്മറിയാണ്. മെമ്മറി വേസ്റ്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അങ്ങനെ അൺറെഫറൻസ്ഡ് ആയിട്ട് കിടക്കുന്ന ഇതുപോലുള്ള നോഡുകളെ അല്ലെങ്കിൽ നോഡുകളെ കളക്ട് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ് ഗാർബേജ് കളക്ഷൻ. അങ്ങനെ അൺറെഫറൻസ്ഡ് ആയിട്ട് കിടക്കുന്ന ഈ നോഡുകളെ പറയുന്ന പേരാണ് ഗാർബേജ്. അതിനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഹീപ്പിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. ഗാർബേജ് കളക്ഷൻ പറഞ്ഞാൽ മനസ്സിലായ ഒരു ഓട്ടോമാറ്റിക് പ്രൊസീജിയർ ആണ് ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യും, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഗാർബേജ് കളക്ഷൻ ചെയ്യാൻ പറ്റും. സോ ഗാർബേജ് കളക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പ്രോസസ്സ് ഉണ്ട് ഫ്രീ ഓഫ് ടെമ്പ്. ഫ്രീ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ടെമ്പ് നമ്മുടെ ഈ മെമ്മറിയിൽ നിന്ന് ഒഴിവാവും. അത്രയും സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഈ ഗാർബേജ് കളക്ഷനിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ നിൽക്കില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡിലീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫ്രീ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്റെ പ്രോഗ്രാം കറക്റ്റ് ആണ്. പക്ഷെ എന്ത് ചെയ്യും, ആ മെമ്മറി വേസ്റ്റേജ് ഉണ്ടാവും. ആ മെമ്മറി വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫ്രീ ടെമ്പ് കൊടുക്കുന്നു. ഫ്രീ ടെമ്പ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് നമ്മളുടെ മെമ്മറിയിൽ നിന്ന് എന്തായിപ്പോ ഡിലീറ്റ് ആയിപ്പോ അത്രയും മെമ്മറി കൂടെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ സോ ലിങ്ക് ലിസ്റ്റിന്റെ ഫസ്റ്റ് നോഡിനെ ബിഗിനിങ് ഡിലീറ്റ് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. ജസ്റ്റ് ഹെഡ് ഈക്വൽ ടു ഹെഡ് ആരോ നെക്സ്റ്റ്, ഹെഡിനെ ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്തു, ദെൻ ഹെഡ് ആരോ പ്രീവിയസ് നള്ളാക്കി, ദെൻ ഫ്രീ ടെമ്പ് ചെയ്തു. ഫ്രീ ടെമ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ടെമ്പിനെ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഗാർബേജ് കളക്ഷനും നടന്നു. ഓക്കെ. സോ നമുക്ക് അതിന്റെ അൽഗോരിതത്തിലേക്ക് പോവാം. എങ്ങനെയാണ് ഹെഡ് ഈക്വൽ ടു നൾ ആണെങ്കിൽ നമ്മൾ പറയുന്നു എം ടി ആണെന്ന് പറയുന്നു. എം ടി ലിങ്ക് ലിസ്റ്റ് ആണ്, നമുക്ക് ഒന്നും ഡിലീറ്റ് ചെയ്യാനില്ല. ദെൻ അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടെമ്പ് എന്ന് പറയുന്ന നെയിം ഹെഡിന് കൊടുക്കുന്നു. ദെൻ ഹെഡിനെ ഹെഡ് ആരോ നെക്സ്റ്റിലേക്ക് കൊടുക്കുന്നു. ഹെഡ് ആരോ പ്രീവിയസിനെ നമ്മൾ നള്ളാക്കുന്നു. ദെൻ ഡിലീറ്റ് ടെമ്പ് ബൈ ഫ്രീ ഓഫ് ടെമ്പ് അല്ലേ. ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടെമ്പിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിലീറ്റഡ് ബിഗിനിങ്ങിന്റെ അൽഗോരിതം, ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിന്റെ ഡിലീറ്റഡ് ബിഗിനിങ്ങിന്റെ അൽഗോരിതം. ക്ലിയർ ആണല്ലോ? ആ ഫിഗർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ആ ഫിഗർ മാത്രം നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ. ഇനി ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് ഡിലീറ്റ് ഫ്രം എൻഡിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിനെ ഡിലീറ്റ് ചെയ്യാം. ഒരു ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിന്റെ എൻഡിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന കേസാണ്, നമ്മളിപ്പം എല്ലാം ഡിസ്കസ് ചെയ്ത കേസാണ്. ജസ്റ്റ് നെക്സ്റ്റും പ്രീവിയസും സെറ്റ് ചെയ്യുന്ന കേസ് മാത്രമേ ഉള്ളൂ. എങ്കിലും ഞാനൊന്ന് പറഞ്ഞുതരാം. അറ്റ പൊസിഷനൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന കേസ് വരുന്നത് നമുക്കിവിടെ അവിടെ ഞാൻ ഗാർബേജ് കളക്ഷൻ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രൊസീജിയർ ചെയ്തിരിക്കുന്നത്. സോ നോക്കിക്കോളൂ, ലിങ്ക് ലിസ്റ്റ് എം ജി ആണെങ്കിൽ ഹെഡ് ഈക്വൽ ടു നൾ ആണെങ്കിൽ നോ എലമെന്റ് ടു ഡിലീറ്റ്. ദെൻ അപ്പം അതല്ല, ലിങ്ക് ലിസ്റ്റ് നോട്ട് എം ജി ആണ്, ദാറ്റ് ഈസ് കുറെ നോഡുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ഫസ്റ്റ് നോഡിന് ഹെഡ് ആണ്, ഇങ്ങനെ നോഡുകൾ കുറെ ഉണ്ട്. അപ്പൊ എനിക്ക് ഡിലീറ്റഡ് എൻഡ് ആണ്, ദാറ്റ് ഈസ് ഈ നോഡിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ടെംപ് നോഡ് ഫസ്റ്റ് ബിഗിനിങ്ങിൽ സെറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ ഒരു കറണ്ട് നോഡ് കൂടെ ഞാൻ സെറ്റ് ചെയ്യുന്നു. ഓക്കെ. ദെൻ നോക്കിക്കോളൂ, ഇതാണ് ഞാൻ മൂവ് കറണ്ട് നോഡ് ആൻഡ് ടെംപ് നോഡ് അറ്റ് ദ ലാസ്റ്റ് ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് പൊസിഷൻ ഓഫ് ദി ലിങ്ക് ലിസ്റ്റ്. അപ്പൊ കറണ്ട് നോഡിന് ഞാൻ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലും ടെംപ് നോഡിന് ലാസ്റ്റ് പൊസിഷനിലും ഞാൻ പോയിന്റ് ചെയ്യിപ്പിക്കുന്നു. എനിക്കതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്, വേണമെങ്കിൽ എനിക്ക് ഇതാണ്ട് ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ഇതിനെ പിടിച്ചിട്ട് നള്ളാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇതിന്റെ ലിങ്ക് പിടിച്ചിട്ട് നള്ളാക്കി കൊടുക്കുക. ഒന്നുകിൽ ഞാൻ കറണ്ട് ആരോ നെക്സ്റ്റ് ആരോ പ്രീവിയസ് നള്ളാക്കാം. ദെൻ അതിനുശേഷം കറണ്ട് ആരോ നെക്സ്റ്റിനെ നള്ളാക്കി കഴിഞ്ഞാൽ ഈ ടെമ്പ് എന്ത് ചെയ്യും, ഫ്രീ ആവും, ഇതിൽ നിന്നും ഡിലീറ്റ് ആവും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് രീതിയിൽ എനിക്ക് ചെയ്യാം. ഓക്കെ. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. എനിക്ക് ഇതാണ്ട് ഇതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ടെമ്പ് എന്ന് പറയുന്ന ഒരു നോഡ് എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്താ ചെയ്താൽ മതി, കറണ്ട് നോഡിൽ വരിക, സെക്കൻഡ് ലാസ്റ്റ് നോഡിലേക്ക് വരിക. സെക്കൻഡ് ലാസ്റ്റ് നോഡിൽ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള പ്രോസസ്സ് കറണ്ടിന്റെ നെക്സ്റ്റ് ആരാണ്, അതാണ്ട് ഈ നോഡാണ്, ലാസ്റ്റ് നോഡ്. അതിന്റെ പ്രീവിയസ് എന്ന് പറയുന്നത് ഏതാണ്, കറണ്ട് നോഡ് തന്നെയാണ് അല്ലേ. കറണ്ടിന്റെ നെക്സ്റ്റിന്റെ പ്രീവിയസ് എന്ത് പിടിച്ച് നള്ളാക്കുക. കറണ്ടിന്റെ നെക്സ്റ്റിന്റെ പ്രീവിയസ് പിടിച്ച് നള്ളാക്കുക. അപ്പൊ ഈ കണക്ഷൻ ഞാൻ കട്ട് ചെയ്തു. ഓക്കെ. ഈ കണക്ഷൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഏത് കണക്ഷൻ? കാണ്ട് ഈ കണക്ഷൻ ഞാൻ കട്ട് ചെയ്തു ഇല്ലേ, അത് നള്ളാക്കി. ഇനി എന്ത് ചെയ്യണം, കറണ്ടിന്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് എന്താക്കുക, നള്ളാക്കുക. സോ രണ്ടാമത്തെ കണക്ഷൻ ഞാൻ കട്ട് ചെയ്തിട്ട് അവിടെ നള്ളാക്കി. എന്ത് ചെയ്യും, അപ്പൊ എന്താ സംഭവിക്കുക, കറണ്ട് ആരോ നെക്സ്റ്റ് എന്തായി, നള്ളായി മാറും. കറണ്ട് ആരോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നള്ളായി മാറും. ടെമ്പ് ഫ്രീ ആവും. ടെമ്പ് മീൻസ് ഇവിടെ ഞാൻ ടെമ്പിന് പേര് കൊടുത്തിട്ടില്ലായിരുന്നേ, ഇത് ഫ്രീ ആയി. ഇത് ഫ്രീ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഗാർബേജ് ഉണ്ടാവും.
അപ്പൊ ആ ഗാർബേജിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന പ്രൊസീജിയറാണ്, നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്ന പ്രൊസീജിയറാണ്. എന്ത് ചെയ്യും, ഒരു കറണ്ട് സെക്കൻഡ് ലാസ്റ്റ് പൊസിഷന് കറണ്ട് കൊടുത്തു, ലാസ്റ്റ് പൊസിഷന് ടെമ്പ് എന്ന് പറയുന്ന പേരും കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കറണ്ടിന്റെ നെക്സ്റ്റിന് നള്ളാക്കാം. ഫ്രീ ടെമ്പ് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഫ്രീ ടെമ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ആ ടെമ്പ് അങ്ങ് ഡിലീറ്റ് ആയി പോകും. ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ടെമ്പ് ആരെയും പോയിന്റ് ചെയ്യുന്നില്ലല്ലോ. പറഞ്ഞു മനസ്സിലായോ അല്ലേ? അപ്പൊ ഞാനിവിടെ കറണ്ട് എന്ന് പറയുന്ന ഒരു പൊസിഷൻ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്നു, ടെമ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്നു. ദെൻ കറണ്ടിന്റെ നെക്സ്റ്റിനെ നള്ളാക്കി, ഇതാണ് കറണ്ടിന്റെ നെക്സ്റ്റ്, അതിനെ ഞാൻ നള്ളാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഫ്രീ ടെമ്പിനെ എന്ത് ചെയ്തു, ഫ്രീ ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലാസ്റ്റ് നോഡ് എന്തായി, ഡിലീറ്റ് ആയി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും കറണ്ട് എന്ന് പറയുന്ന ഒരു അഡീഷണൽ പോയിന്റർ കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, അതിന്റെ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനെയും കൂടെ ഞാൻ എന്ത് പോയിന്റ് ചെയ്യിപ്പിക്കുന്നത്. റെഡിയാണല്ലോ? ഓക്കെ. അപ്പൊ ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചെയ്തു വരികയാണ്. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ ഇൻസേർഷൻ അല്ല, ഡിലീഷൻ അറ്റ് ദ എൻഡ് എന്ന് പറയുന്നത്. ഞാൻ സ്ലൈഡ് കോപ്പി ചെയ്തപ്പോഴുണ്ടായ പ്രശ്നങ്ങളാണ്. ഡിലീഷൻ അറ്റ് ദ എൻഡ് അല്ലേ, ഡിലീഷൻ അറ്റ് ദ എൻഡ്. അപ്പോൾ എൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ്, ഈ പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ആൽഗോരിതം ഫോർ ഡിലീഷൻ അറ്റ് എൻഡ് അല്ലേ, ഡിലീഷൻ അറ്റ് എൻഡ്. ചെക്ക് ഹെഡ് ഈക്വൽ ടു നൾ ആണോ ചെക്ക് ചെയ്യുക, ആണെങ്കിൽ എം ടി എന്ന് പറയാ. ദെൻ ഒരു ടെമ്പററി നോഡ് സെറ്റ് ചെയ്യുക, ഹെഡിന് ടെമ്പററി ടെമ്പ് എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുക. 2 പോയിന്റുകളിൽ മൂവ് ചെയ്യിപ്പിക്കുക, എന്താണ് റിപ്പീറ്റ് ദ ഫോളോയിങ് സ്റ്റെപ്പ് അണ്ടിൽ റീച്ചസ് ദ ലാസ്റ്റ് നോഡ്. ടെമ്പ് റീച്ചസ് ദ ലാസ്റ്റ് നോഡ് പൊസിഷൻ. സോ കറണ്ട് ഈക്വൽ ടു ടെമ്പ് ഈക്വൽ ടു ടെമ്പ് ആരോ നെക്സ്റ്റ്. സെറ്റ് കറണ്ട് ആരോ നെക്സ്റ്റ് ഈക്വൽ ടു നൾ, ദെൻ ഫ്രീ ടെമ്പ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിലീറ്റഡ് എൻഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. ഓക്കെ. ഡിലീറ്റഡ് എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. സോ ഇതാണ് ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിന്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ആക്ച്വലി ഒരു ലിങ്ക് ലിസ്റ്റ് തന്നെ, സിംഗിളി ലിങ്ക് ലിസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ പൊസിഷനും കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് ആണെങ്കിലും ശരി, സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണെങ്കിലും ശരി, ദെൻ നമ്മളുടെ പോളിനോമിയൽ യൂസിങ് ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ ലോജിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ആ ഫിഗർ മനസ്സിലുണ്ടായിരിക്കാം. അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ആ ഫിഗർ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ ഇതാണ് ഞാൻ നമ്മളുടെ ടൈപ്സ് ഓഫ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. സർക്കുലർ ലിങ്ക് ലിസ്റ്റ്, ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ്, സിംഗിളി ലിങ്ക് ലിസ്റ്റ്. ഇത്രയും 3 കാറ്റഗറിയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി. ഓക്കെ. നെക്സ്റ്റ് ഞാൻ മൂവ് ചെയ്യുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻസ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലേക്കാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ സോ നോക്കിക്കോളൂ, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ആക്ച്വലി നിങ്ങൾക്ക് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്ന ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ സ്കീമാണ് നിങ്ങളുടെ സിലബസിൽ പറയുന്നത്. എന്നാലും എന്താണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങൾ എനിക്ക് തോന്നുന്നു സെക്കൻഡ് സെമസ്റ്ററിൽ സി പ്രോഗ്രാമിംഗിന്റെ കൂടെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, അലോക്കേറ്റിംഗ് മെമ്മറി അറ്റ് റൺ ടൈം അല്ലേ. നോർമൽ കേസിൽ നമ്മൾ ഇൻഡി എ ഓഫ് 10 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് അലോക്കേഷൻ ആണ്, കമ്പൈൽ ടൈമിലാണ് അത് അലോക്കേറ്റ് ചെയ്യുന്നത്. ദെൻ എലമെന്റുകളുടെ റൺ ടൈമിൽ അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. അല്ല സോറി, മെമ്മറി റൺ ടൈമിൽ അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഓക്കെ. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഹീപ്പ് റീജിയനിലാണ് നമ്മൾ ആക്ച്വലി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്, റാദർ ദാൻ കമ്പൈൽ ടൈം. നമ്മൾ നോർമലി സ്റ്റാക്കിലാണ് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഹീപ്പിനകത്താണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. This provide flexibility by allowing program to request memory as needed and free it when it is no longer required. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ളത് നമുക്ക് ചോദിച്ച് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് കുറെ ലോങ്ങർ ടൈമിൽ നമുക്ക് അതിന് ആവശ്യമില്ല എങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അതിനാണ് നമ്മൾ ഫ്രീ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡുകളാണ് എംഅലോക്ക്, സിഅലോക്ക് എന്ന് പറയുന്ന കീവേഡുകൾ. അപ്പൊ എംഅലോക്ക് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ അലോക്കേറ്റ് എ സിംഗിൾ ബ്ലോക്ക് ഓഫ് മെമ്മറി വിത്ത് എ സ്പെസിഫിക് സൈസ്.
ദെൻ CLOക്ക് ആണെങ്കിലും നമുക്ക് ബ്ലോക്ക് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത MLOക്ക് CLOക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫ്രീ എന്ന് പറഞ്ഞ ഇത് നമ്മൾ മെമ്മറി ഡി അലോക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. MLOക്കും CLOക്കും യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെമ്മറിയെ ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് ഫ്രീ എന്ന് പറയുന്നത്. സോ MLOക്കും CLOക്കും ആണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നമ്മൾ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീവേഡുകൾ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് വായിച്ചു വെച്ചേക്കുക. കാരണം മേ ബി അത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ കീവേഡ്സ് സ്പെഷ്യലി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എല്ലാ എക്സാമുകളിലും നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ സ്കീമുകളാണ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ സ്കീം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് അതിലേക്കാണ് പോകുന്നത്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ സ്കീംസ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഉള്ള 3 സ്കീമുകളാണുള്ളത്. സോ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മീൻസ് ആക്ച്വലി ഇത് ഒരു പാർട്ടിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഒരു പാർട്ടീഷനിൽ നിന്ന് മെമ്മറി പാർട്ടീഷനിൽ നിന്ന് വരുന്ന 3 അലോക്കേഷൻ പ്രൊസീജിയറുകളാണ്. ഡൈനാമിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രൊസീജിയറുകളാണ് ആക്ച്വലി ഇത്. ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേഴ്സ്റ്റ് ഫിറ്റ്. 3 അലോക്കേഷൻ സ്കീമുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, ദെൻ വേഴ്സ്റ്റ് ഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് മെമ്മറി തന്നിട്ടുണ്ട്, മെമ്മറി ബ്ലോക്കുകൾ തന്നിട്ടുണ്ട്, ദെൻ കുറച്ച് പ്രോസസ്സും തന്നിട്ടുണ്ട്. അപ്പൊ ആ പ്രോസസ്സുകൾ നമ്മൾ ആ മെമ്മറി ബ്ലോക്കിൽ നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എങ്ങനെ ആ മെമ്മറി ബ്ലോക്ക് നമുക്ക് ആ പ്രോസസ്സുകൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ സ്കീം പറയുന്നത്. ഓക്കെ, അപ്പൊ 3 മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി ബ്ലോക്കിലേക്ക് പ്രോസസ്സുകളെ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫസ്റ്റ് ഫിറ്റ്, സെക്കൻഡ് വൺ ആണ് ബെസ്റ്റ് ഫിറ്റ്, തേർഡ് വൺ ആണ് വേഴ്സ്റ്റ് ഫിറ്റ്. ഓക്കെ, അപ്പോൾ അത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഒരു 1-2 പ്രോബ്ലം നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. നിങ്ങൾ ഇവിടെ നോക്കിയിരുന്നാൽ മതി. അത് ആ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് എങ്ങനെയാണ് ഇത് അലോക്കേറ്റ് ചെയ്യുന്നതെന്നും ഇനി ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കേസ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിറ്റ് ആണെങ്കിൽ ഇൻ ഫസ്റ്റ് ഫിറ്റ് ദ പാർട്ടീഷൻ ഈസ് അലോക്കേറ്റഡ് വിച്ച് ഈസ് ദ ഫസ്റ്റ് സഫിഷ്യന്റ് ബ്ലോക്ക് ഫ്രം ഗിവൻ മെമ്മറി. ഇപ്പോൾ ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മെമ്മറി ബ്ലോക്കുകൾ തന്നിട്ടുണ്ടാവും. ആ മെമ്മറി ബ്ലോക്കിന്റെ ബിഗിനിങ്ങിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾക്ക് തന്നിട്ടുള്ള പ്രോസസ്സുകളെ ആദ്യം കാണുന്ന ഫ്രീ സ്പേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. ആദ്യം കാണുന്ന ഫ്രീ സ്പേസിലേക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്യും. ആ സഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്രീ സ്പേസിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. So it scanned memory from the beginning and chose the first available block that is large enough. Okay, നമുക്ക് തന്നിട്ടുള്ള പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ആ സ്പേസിലേക്ക് നമ്മളുടെ പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് ഫിറ്റ്. ഞാൻ ആക്ച്വലി നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് പെട്ടെന്ന് മനസ്സിലാവുന്ന കേസാണ്. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോക്കേറ്റ് ദ പ്രോസസ് ടു ദ പാർട്ടീഷൻ ഇൻ വിച്ച് ഫസ്റ്റ് സ്മോളസ്റ്റ് സഫിഷ്യന്റ് പാർട്ടീഷൻ എമംഗ് ദ ഫ്രീ അവൈലബിൾ പാർട്ടീഷൻ. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന, ദാറ്റ് ഈസ് ഏറ്റവും മിനിമം വേസ്റ്റേജിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഫിറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ആണെന്ന് പറയുന്നത് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ബെസ്റ്റ് ഫിറ്റ്. ഇനി വേഴ്സ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് സൈസുള്ള മെമ്മറിയിൽ അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് സഫിഷ്യന്റ് മെമ്മറി ഉള്ള ഏരിയയിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ പ്രോസസ്സുകളെ ഫിറ്റ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് വേഴ്സ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഡെഫിനിഷനിൽ നിന്ന് മാറി നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം. പ്രോഗ്രാമിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഞാനൊരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. പ്രോബ്ലം ശ്രദ്ധിക്കുക. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. കൺസിഡർ ദ റിക്വസ്റ്റ് ഫ്രം പ്രോസസ് ഇൻ എ ഗിവൺ ഓർഡർ. പ്രോസസ്സസ് 3 പ്രോസസ്സുകൾ വന്നിട്ടുണ്ട്. 300K യൂസ് ചെയ്യുന്ന പ്രോസസ്സർ ഉണ്ട്, 225K യൂസ് ചെയ്യുന്ന പ്രോസസ്സർ ഉണ്ട്, 125K യൂസ് ചെയ്യുന്ന പ്രോസസ്സർ ഉണ്ട്, ആൻഡ് 15K യൂസ് ചെയ്യുന്ന 4 പ്രോസസ്സറുകൾ വന്നിട്ടുണ്ട്. 4 പ്രോസസ്സറുകൾ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മെമ്മറി പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ പ്രോസസ്സറിന് വർക്ക് ചെയ്യണമെങ്കിൽ 300K മെമ്മറി വേണം. രണ്ടാമത്തെ പ്രോസസ്സറിന് വർക്ക് ചെയ്യണമെങ്കിൽ 25K മെമ്മറി വേണം. മൂന്നാമത്തെ പ്രോസസ്സിന് വർക്ക് ചെയ്യണമെങ്കിൽ 125K മെമ്മറി വേണം. ഫോർത്ത് പ്രോസസ്സിന് വർക്ക് ചെയ്യണമെങ്കിൽ 50K മെമ്മറി വേണം. ഓക്കെ, ദെൻ നമ്മുടെ കയ്യിലുള്ളത് 2 ബ്ലോക്ക് ഓഫ് മെമ്മറിയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ മെമ്മറിയിൽ അവൈലബിൾ ആയിട്ടുള്ള 2 ബ്ലോക്ക് ഓഫ് മെമ്മറി. ആദ്യത്തെ ബ്ലോക്ക് ഓഫ് മെമ്മറി 150K ആണ്, രണ്ടാമത്തെ ബ്ലോക്ക് ഓഫ് മെമ്മറി 350K ആണ്. സോ ഈ 2 ബ്ലോക്ക് ഓഫ് മെമ്മറി മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഏതൊക്കെ മെത്തേഡുകൾ ഇവർ പറയുന്നത്, വിച്ച് ഓഫ് ദി പാർട്ടീഷനിങ് അലോക്കേഷൻ സ്കീം ക്യാൻ ബി സാറ്റിസ്ഫൈ ദ എബോവ് റിക്വസ്റ്റ്. സോ ഏതൊക്കെ പാർട്ടീഷനിങ് മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഈ പ്രോസസ്സിനെ നമുക്ക് എവിടേക്ക് അലോക്കേറ്റ് ചെയ്യാം, നമ്മുടെ മെമ്മറിയിലേക്ക് അലോക്കേറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പൊ ഞാൻ ഈ 3 മെത്തേഡുകൾ യൂസ് ചെയ്യാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, 3 മെത്തേഡുകൾ. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഇതിനെ അലോക്കേറ്റ് ചെയ്യുന്നുള്ള കേസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാനുള്ള പ്രോസസ്സ് നമ്മൾ ബിഗിനിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് എടുക്കാം. ആദ്യത്തെ പ്രോസസ്സ് എത്രയാണ് സൈസ്? 300. അപ്പൊ നോക്കുക, നമുക്കിവിടെ ആദ്യത്തെ സ്പേസ്, ആദ്യത്തെ ഹോൾ എന്ന് മെമ്മറി ഹോൾ എന്ന് പറയുന്നത് എത്രയാണ്? 150K ഉള്ളൂ. അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 300K നമുക്ക് 150 എന്ന് പറയുന്ന ഏരിയയിലേക്ക് എന്ത് ചെയ്യാൻ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, നമ്മളുടെ സ്റ്റാർട്ടിങ് ഇവിടെ ആയിരിക്കണം തുടങ്ങേണ്ടത്. നമ്മൾ എപ്പോഴും ബിഗിൻ ചെയ്യേണ്ടത് ഇവിടെ ആയിരിക്കണം, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വരുന്നു, നമ്മളുടെ 300 എന്ന് പറയുന്ന നമ്മുടെ പ്രോസസ്സുമായിട്ട് വരികയാണ്. 300നെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കേസ് നോക്കുന്നു. നേരെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ദാണ്ടെ 150 ആണ് ഇവിടെ ഉള്ളത്. അതിനകത്തേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ദെൻ അടുത്ത മെമ്മറി ബ്ലോക്കിലേക്ക് വന്നു. അവിടെ 350K ഉണ്ട്, അല്ലേ? അവിടെ 350 ഉണ്ട്, അല്ലേ? അവിടെ 350 ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു? ആ 350യിൽ ഞാൻ നമ്മളുടെ 300K പ്ലേസ് ചെയ്തു. സോ 300K ഞാൻ അവിടെ പ്ലേസ് ചെയ്തു. 300K ഞാൻ നമ്മുടെ 350യിൽ പ്ലേസ് ചെയ്തു. പ്രത്യേകം ശ്രദ്ധിച്ചോണേ, 300K നമ്മൾ 350യിൽ പ്ലേസ് ചെയ്തു. ദെൻ അവിടെ എത്ര ബാലൻസ് ഉണ്ടെന്നുള്ള കേസ് നമ്മൾ അവിടെ വെക്കുക. സോ നമുക്കൊരു 50 ബാലൻസ് അവിടെ വരുന്നുണ്ട്, ഒരു 50 ബാലൻസ്, അല്ലേ? 300 മൊത്തം 350 ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ 300 ഒരു പ്രോസസ്സ് ഞാൻ അവിടെ സെറ്റ് ചെയ്തു. റിമൈനിങ് ആയിട്ട് എനിക്ക് എത്ര ഉണ്ട് അവിടെ ബാലൻസ്? ഒരു 50K എനിക്ക് അവിടെ ബാലൻസ് ഉണ്ട്. 50K എനിക്ക് ബാലൻസ് ഉണ്ട്. ഈ 300 കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഈ 300 താണ്ടെ ഈ 300 നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. ഇനി ബാലൻസ് ആയിട്ടുള്ളത് 50K ആണ്. ഇവിടെ ഒരു 150K നമുക്ക് ബാലൻസ് കിടപ്പുണ്ട്. 150K ബാലൻസ് ആണ്. സോ നമ്മൾ ആദ്യത്തെ പ്രോസസ്സിനെ ഫിറ്റ് ചെയ്തു. ഇനി അടുത്ത പ്രോസസ്സിനെ എടുക്കുക 25. ഫസ്റ്റ് ഫിറ്റ് ആണ്. 25 എടുക്കുമ്പോൾ നമ്മൾ ആദ്യം മുതൽ തന്നെ പിന്നെയും വരണം. അപ്പൊ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150K ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ദെൻ ഒരു 50K ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. റെഡി ആണല്ലോ? അപ്പൊ ഞാൻ ആദ്യത്തെ 25 ആയിട്ട് വന്നപ്പോഴത്തേക്ക് 150യിൽ നമുക്ക് 25 പ്ലേസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു? 150 25ൽ പ്ലേസ് ചെയ്തു. റിമൈനിങ് എനിക്ക് എത്ര ഉണ്ട് ബാലൻസ്? റിമൈനിങ് എനിക്ക് ബാലൻസ് ഉള്ളത് എത്രയാണ്? 150യിൽ നിന്നും 25 പ്ലേസ് ചെയ്തതിന് ശേഷം എനിക്ക് ബാലൻസ് വരുന്നത് എത്രയാണ്? 125K എനിക്കിപ്പോ ബാലൻസ് ഉണ്ട്. 125K എനിക്ക് ബാലൻസ് ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം മാത്രം ഇവിടെ ആലോചിച്ചിരിക്കുക, ഞാൻ ഈ K യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രീ സ്പേസ് ആണെന്നുള്ള കേസ് നിങ്ങൾ മനസ്സിൽ വെക്കാം. K എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് മീൻസ് K എഴുതിയിരിക്കുന്നത് ഫ്രീ സ്പേസ് ആണ്. നമ്പർ മാത്രം ഇട്ടിരിക്കുന്നത് യൂസ് ചെയ്ത സ്പേസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് ഫിറ്റിൽ ഞാൻ 2 ആളുകളെ ഇപ്പൊ ഫിറ്റ് ചെയ്തു. 300ഉം 25നെയും ഫിറ്റ് ചെയ്തു. ഇനി അടുത്ത 125 ആയിട്ട് ഞാൻ വരികയാണ്. 125 ആയിട്ട് വരുമ്പോഴത്തേക്ക് നോക്കിക്കോളൂ, ആദ്യം മുതൽ തന്നെ വരിക. എല്ലാ പ്രൊസീജിയറും ഫസ്റ്റ് മുതൽ ബിഗിനിങ് മുതൽ തന്നെ വരിക. ബിഗിനിങ്ങിൽ ഞാൻ കയറി ആദ്യം നോക്കിയ ഒരു 25ൽ ഒരാളെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്തൊരു 125 ഫ്രീ ആയിട്ട് കിടക്കുന്നു. അടുത്തൊരു 125. സോ എനിക്ക് പ്ലേസ് ചെയ്യേണ്ടത് എത്രയാണ്? 125 ആണ്. സോ ആ 125നെ നിങ്ങൾ അവിടെ പ്ലേസ് ചെയ്യാം, അല്ലേ? അപ്പൊ 25 പ്ലേസ് ചെയ്തിട്ട് ആദ്യം 300 പ്ലേസ് ചെയ്തു, അടുത്ത 25 പ്ലേസ് ചെയ്തു, അടുത്ത 125 പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ആരെ പ്ലേസ് ചെയ്യാനുണ്ട്? ഒരു 50യെ പ്ലേസ് ചെയ്യാനുണ്ട്. അപ്പൊ നേരെ വരിക, 50 ആദ്യം മുതൽ തന്നെ വരിക. ഇവിടെ സ്പേസ് ഉണ്ടോ നോക്കുക. ഇല്ല, ഫ്രീ ഇല്ല. 25ഉം 125ഉം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അടുത്ത 300ൽ വന്ന് ഫ്രീയിൽ അവിടെ 300 പ്ലേസ് ചെയ്തിട്ടുണ്ട്. 300ന്റെ ബാലൻസ് ആയിട്ട് ഒരു 50K അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ 50K എന്ത് ചെയ്യാം? അവിടെ പ്ലേസ് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഫിറ്റ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ മെമ്മറി പാർട്ടീഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ 4 പ്രോസസ്സുകളെ സ്റ്റോർ ചെയ്തു. 4 പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ മെമ്മറി നമ്മൾ അവൈലബിൾ ആക്കി കൊടുത്തു. സോ ഫസ്റ്റ് ഞാൻ ചെയ്ത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഫിറ്റ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റിൽ നിന്ന് തന്നെ വരണം. ഫ്രീ ആയിട്ടുള്ള അവൈലബിൾ സ്പേസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കണം വരേണ്ടുള്ളത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കിക്കോളൂ. ബെസ്റ്റ് ഫിറ്റ് ആണ് നമുക്ക് നോക്കേണ്ടുള്ളത്. ബെസ്റ്റ് ഫിറ്റ്, അല്ലെ? ബെസ്റ്റ് ഫിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ബെസ്റ്റ് ഫിറ്റ്. അപ്പൊ നമുക്കിവിടെ നമ്മളിപ്പോ ഒന്നും അലോക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കേസ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഒന്നും അലോക്കേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കിപ്പോ 2 അവൈലബിൾ സ്പേസുകളാണുള്ളത്. ഏതൊക്കെയാണുള്ളത്? 150Kയുടെ ഒരു അവൈലബിൾ സ്പേസ് ഉണ്ട്. ദെൻ ഏതാണ് 350Kയുടെ ഒരു അവൈലബിൾ സ്പേസ് ഉണ്ട്. പക്ഷെ 4 പ്രോസസ്സുകൾ ഉണ്ട്. 300, 225, 125 ആൻഡ് 50K.
ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ആദ്യം 300 വരികയാണ്. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ഞാൻ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മിനിമം വേസ്റ്റേജ് ഉള്ള സ്ഥലത്തേക്ക് വേണം എന്ത് ചെയ്യാൻ 300-നെ നമ്മൾ ഫിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഏറ്റവും മിനിമം വേസ്റ്റേജ് ഉള്ള സ്ഥലത്തേക്ക് 300-നെ ഫിറ്റ് ചെയ്യണം. സോ ഞാൻ 300 എടുത്ത് വരികയാണ്. 300-ആയിട്ട് ഞാൻ ബിഗിനിങ്ങിൽ നിന്ന് വന്നു. 150-ൽ എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, 300-ൽ എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ മിനിമം വേസ്റ്റേജ് ആണോ നോക്കി ഞാൻ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഇനി നമുക്ക് സ്ഥലമില്ല. സോ നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? 350-ലെ നമുക്ക് അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? 300-നെ അവിടെ പ്ലേസ് ചെയ്തു. 300 പ്ലേസ് ചെയ്തു. അപ്പൊ ബാലൻസ് എനിക്ക് എത്ര ഉണ്ട്? ഒരു 50 എനിക്ക് ബാലൻസ് ഉണ്ട്. ഇവിടെ എനിക്കൊരു 50 ബാലൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഒരു 50 എനിക്ക് ബാലൻസ് ഉണ്ട്. ഇനി എനിക്ക് ആരെയാണ് ചെയ്യേണ്ടുള്ളത്? 25-നെയാണ് ചെയ്യേണ്ടുള്ളത്. 25. ശ്രദ്ധിച്ചോണെ, 25. അപ്പൊ 25-നെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബിഗിനിങ്ങിൽ നിന്ന് തന്നെ വരിക. ബിഗിനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് 150-ൽ 25-ന് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സ്പേസ് കൊടുക്കാൻ പറ്റും. പക്ഷേ 150-ൽ ഞാൻ 25-ന് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 125 ഫ്രീ ആയിട്ട് വരും. 125 ഫ്രീ ആയിട്ട് വരും. എനിക്ക് 50K ഏതാണ്ട് ഇവിടെ ബാലൻസ് കിടപ്പുണ്ട്. 125 ഫ്രീ ആയിട്ട് വരും. 125 ഫ്രീ ആയിട്ട് വരുന്നതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. ഇനി അവൈലബിൾ ഫ്രീ സ്പേസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. സോ മൂവ് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അവൈലബിൾ സ്പേസ് ഉണ്ട്. എത്ര ഉണ്ട്? 50K നമ്മളുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. അപ്പൊ ആ 50Kയിലേക്ക് ഞാൻ എന്റെ 25 കൊടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം ബാലൻസ് എത്രയേ വരുള്ളൂ? 25K എനിക്ക് എന്ത് ചെയ്യുള്ളൂ? അവിടെ വേസ്റ്റേജ് വരുത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 50Kയിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ 25-നെ പ്ലേസ് ചെയ്യുന്നു. 50Kയിലേക്ക് നമ്മൾ 25-നെ പ്ലേസ് ചെയ്യുന്നു. ഫസ്റ്റ് ഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം കാണുന്ന അവൈലബിൾ സ്പേസിൽ നമ്മൾ ഫിറ്റ് ചെയ്യും. അവിടെ നമ്മൾ വേസ്റ്റേജ് ഓഫ് നോക്കത്തതേ ഇല്ല. പക്ഷെ ബെസ്റ്റ് ഫിറ്റ് ആകുമ്പോൾ നമ്മൾ വേസ്റ്റേജ് കൂടെ നോക്കണം. സോ നമ്മൾ ഇവിടെ 25-നെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ബാലൻസ് നമുക്ക് അവിടെ എത്ര ഉണ്ട്? ഒരു 25 കൂടെ ഉണ്ട്. ബാലൻസ് നമുക്ക് ഒരു 25 കൂടെ ഉണ്ട് അല്ലേ? ബാലൻസ് നമുക്ക് ഒരു 25K കൂടെ ഉണ്ട്. 25K. ഓക്കെ, 25K ബാലൻസ്. ഓക്കെ, ഞാനതൊന്ന് അപ്പൊ ആദ്യത്തെ 25-ന് ഞാൻ കൊടുത്തു. 300-ല് ആദ്യം നമ്മൾ 300 എടുത്ത് 350-ൽ പ്ലേസ് ചെയ്തു. അടുത്ത 25-നെ എടുത്തിട്ട് 350-യുടെ ബാലൻസ് ഒരു 50K ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ പ്ലേസ് ചെയ്തു. ബാലൻസിന് ഇത്ര ഉണ്ട്? 25K ഉണ്ട്. 25K നമുക്ക് ബാലൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇത്ര ഉണ്ട് ബാലൻസ്? ഒരു 150K ബാലൻസ് കിടക്കുന്നുണ്ട്. ഇനി ആരെയാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടുള്ള? 125-നെയാണ് ഫിറ്റ് ചെയ്യേണ്ടുള്ളത്. സോ ഞാൻ വരികയാണ്, ബിഗിനിങ്ങിൽ നിന്ന് തന്നെ വരികയാണ്. 125-ന് ആദ്യം 150 സ്പേസ് അവൈലബിൾ ആണ്. ഓക്കെ, 150-ൽ എനിക്ക് പ്ലേസ് ചെയ്യാൻ ബാലൻസ് എത്ര വരും? 25K വേസ്റ്റ് വരും. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ കാണാൻ അവൈലബിൾ സ്പേസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് പോകണം. സോ ഇവിടെ 25K ബാലൻസ് ഉണ്ട്. പക്ഷെ അതിനകത്തേക്ക് നമുക്ക് 125-നെ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇവിടെ വരണം. എന്ത് ചെയ്യണം? 125-നെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്യണം. 125 നമ്മൾ അവിടെ പ്ലേസ് ചെയ്തു. ബാലൻസ് നമുക്ക് എത്ര ഉണ്ട്? ബാലൻസ് നമുക്ക് എത്ര ഉണ്ട്? ബാലൻസ് നമുക്കൊരു 25K ബാലൻസ് ഉണ്ട്. 25K ബാലൻസ്. 25K ബാലൻസ്. റെഡിയാണല്ലോ? 25K ബാലൻസ് ഉണ്ട്. ഇവിടെ ഞാൻ വേറൊരു പുതിയൊരു സംഭവം കൂടെ ഞങ്ങൾക്ക് പറയാൻ പോവുകയാണ്. ഓക്കെ, ഇനിയൊരു 50 ഉണ്ട്. 50 ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ സോ 50 വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബിഗിനിങ്ങിൽ നിന്ന് വന്നു. ഫ്രീ ആയിട്ടുള്ള മെമ്മറി സ്പേസ് ഏതാണെന്ന് നോക്കി. ഇവിടെ ഒരു 25K ഉണ്ട്. അതിനകത്ത് നമുക്ക് 50 ഫിറ്റ് ആവില്ല. എഗെയിൻ നമ്മൾ മുന്നോട്ട് നീങ്ങി ലാസ്റ്റ് വന്നപ്പോൾ അവിടെ ഒരു 25K ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യില്ല? 50 ഫിറ്റ് ആവില്ല. നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ നമുക്ക് മനസ്സിലായി ബെസ്റ്റ് ഫിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മളുടെ ഈ ഒരു പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പം ബെസ്റ്റ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നോട്ട് ഹാൻഡിൽഡ് ആണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? നമുക്ക് ആരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല? 50K നമുക്ക് ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. 50K നമുക്ക് ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. റെഡിയാണല്ലോ? 50K നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? അതിന് പറ്റിയിട്ടുള്ള അവൈലബിൾ സ്പേസ് ഇല്ല. ഒരു 25K ബാലൻസ് ഉള്ള ഒരു ഹോൾ ഉണ്ട്. ദെൻ 25K ബാലൻസ് ഉള്ള അനദർ ഹോൾ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? 50K എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. റെഡി? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുള്ളൂ, നമ്മളുടെ ഈ മൊത്തത്തിലുള്ള മെമ്മറിയിൽ ഇപ്പൊ ആക്ച്വലി എത്ര വേസ്റ്റേജ് ഉണ്ട്? അതാണ്ട് ആദ്യത്തെ 150-ൽ ഒരു വേസ്റ്റേജ് ഉണ്ട് 25K. അടുത്ത 300-ൽ ഒരു വേസ്റ്റേജ് ഉണ്ട് 25K അല്ലേ? പക്ഷെ ഇത് രണ്ടും കൂടെ ഒരു സ്ഥലത്തായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? നമ്മുടെ 50-യെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ രണ്ട് മെമ്മറി ലൊക്കേഷനും ഒരു സിംഗിൾ പ്ലേസിലായിരുന്നു എങ്കിൽ എനിക്ക് ആ 50-യെയും കൂടെ അവിടെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഫിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. റെഡിയാണല്ലോ?
അപ്പൊ നമ്മുടെ മെമ്മറി ബ്ലോക്കിൽ കിടക്കുന്ന ഫ്രീ ആയിട്ടുള്ള മെമ്മറികളെ കളക്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ മെമ്മറി ആക്കുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് കോമ്പാക്ഷൻ. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന പ്രോസസ്സാണ് കോമ്പാക്ഷൻ. അല്ലേ? ഗാർബേജ് കളക്ഷന്റെ കൂടെ നമ്മൾ പറഞ്ഞ പേരാണ് കോമ്പാക്ഷൻ. എന്താ കോമ്പാക്ഷൻ? ഇതേ കണക്ക് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ, ദാറ്റ് ഈസ് രണ്ട് മെമ്മറികൾക്കിടയിൽ വേസ്റ്റേജ് വരുന്ന സംഭവമാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. സോ മെമ്മറിയിൽ വേസ്റ്റേജ് മീൻസ് മെമ്മറിയിൽ ഫ്രീ ആയിട്ട് വരുന്ന മെമ്മറികളെ കളക്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ മെമ്മറി ആക്കി മാറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ സിംഗിൾ മെമ്മറി ആക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ സിംഗിൾ മെമ്മറി ആക്കി കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്രോസസ്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് കോമ്പാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ലാസ്റ്റ് നോഡായ ലാസ്റ്റ് പ്രോസസ്സായ 50K നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സപ്പോസ് ഈ ബാലൻസ് വന്ന് 25Kയും ഈ 25Kയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു മെമ്മറി ലൊക്കേഷൻ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? 50യെ നമുക്ക് ഫിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ വേസ്റ്റേജ് ആയി മീൻസ് ഈ വേസ്റ്റ് ആയി കിടക്കുന്ന മെമ്മറി ലൊക്കേഷൻസിനെ കളക്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ മെമ്മറി ലൊക്കേഷനെ ആക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ് കോമ്പാക്ഷൻ. റെഡിയാണല്ലോ? അപ്പൊ ആ ടോപ്പിക്ക് ഞാൻ ഇവിടെ കവർ ചെയ്തു, കോമ്പാക്ഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ബെസ്റ്റ് ഫിറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ. സോ ഫസ്റ്റ് ഫിറ്റ് നമ്മൾ കഴിഞ്ഞു, ബെസ്റ്റ് ഫിറ്റ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടുള്ള വേഴ്സ്റ്റ് ഫിറ്റ് ആണ്. വേഴ്സ്റ്റ് ഫിറ്റ്. ഓക്കെ, വേഴ്സ്റ്റ് ഫിറ്റ് അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കേസ് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളെല്ലാം കളയുകയാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, അടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് വേഴ്സ്റ്റ് ഫിറ്റ് ആണ്. വേഴ്സ്റ്റ് ഫിറ്റ്. ഓക്കെ, വേഴ്സ്റ്റ് ഫിറ്റ്. വേഴ്സ്റ്റ് ഫിറ്റ്. വേഴ്സ്റ്റ് ഫിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനിങ്ങിൽ നിന്ന് തന്നെയാണ്. സോ വേഴ്സ്റ്റ് ഫിറ്റിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ആദ്യം 300 വന്നു. 300 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മെമ്മറി ഏരിയയിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യും. സോ നേരെ നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ വേസ്റ്റേജ് വരുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വേഴ്സ്റ്റ് ഫിറ്റിന്റെ കേസിൽ നമ്മളുടെ ഹോൾസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ? പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം വേസ്റ്റേജ് വരുന്ന സ്ഥലത്ത് കൊണ്ടുവേണം നമ്മൾ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ? ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേഴ്സ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേസ്റ്റേജ് വരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്യണം? നമ്മളുടെ എലമെന്റുകളെ നമ്മൾ ഫിറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിക്കോളൂ, 300 നമുക്ക് കൂടുതൽ വേസ്റ്റേജ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ഥലത്തെ 300 പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എവിടെയാണ്? 350 മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ബാലൻസ് എത്ര വന്നു? ഒരു 50K നമുക്ക് ബാലൻസ് വന്നു. 50K നമുക്ക് ബാലൻസ് വന്നു. 50K നമുക്ക് ബാലൻസ് വന്നു. 300ൽ നമുക്കൊരു 50K ഉണ്ട്, ഇവിടെ ഒരു 150K ഉണ്ട്. അടുത്ത ഒരു 25 വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അടുത്തൊരു 25 വരികയാണ്. ബിഗിനിങ്ങിൽ നിന്ന് നമ്മൾ വന്നു 150ൽ നമുക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്ര വേസ്റ്റേജ് വരും? 125 വേസ്റ്റേജ് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയി ഇനി വേറെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 50K ഉണ്ട്. അവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25K എന്ത് ചെയ്യുള്ളൂ? വേസ്റ്റേജ് വരുള്ളൂ. പക്ഷേ വേസ്റ്റ് കേസ് ആണ്. വേസ്റ്റ് കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം വേസ്റ്റേജ് ഉള്ള സ്ഥലത്തെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? 25നെ എടുത്തിട്ട് എന്ത് ചെയ്യും? ആദ്യത്തെ 150യുടെ പ്ലേസിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? പോസ്റ്റ് ചെയ്യും. 25 കണ്ട. റിമൈനിങ് നമുക്ക് എത്ര ഉണ്ട് അവിടെ? റിമൈനിങ് നമുക്കൊരു 125K നമുക്ക് അവൈലബിൾ ആണ്. 125K അവൈലബിൾ ആണ്. ഇനി നമുക്ക് ആരെയാണ് പോസ്റ്റ് ചെയ്യേണ്ടുള്ളത്? 125നെയാണ്. 125നെയാണ് നമുക്ക് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ബിഗിനിങ്ങിൽ നിന്ന് വരികയാണ്. ഇപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു 125K കിടക്കുന്നുണ്ട്. അതിനകത്ത് വേസ്റ്റേജ് 0 ഉള്ളൂ. പോരാ, വേസ്റ്റേജ് 0 ഉള്ളൂ അല്ലേ? നമ്മൾ നേരെ മുന്നോട്ട് പോയി. ഇനി എവിടെയെങ്കിലും കൂടുതൽ വേസ്റ്റേജ് ഉള്ള സ്ഥലം കിട്ടുമോ എന്നുള്ള കേസ് നോക്കിപ്പോയി. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു 50 ആണ്, അതിനകത്ത് ഫിറ്റ് ചെയ്യുകയോ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ 125നെ നമ്മളുടെ ഈ പോസ്റ്റ് ഈ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും. 125 അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ പ്ലേസ് ചെയ്യും. അടുത്ത ഇനി നമുക്ക് ആരാളുള്ളത്? 50K ആണുള്ളത്. സോ നമ്മൾ ബിഗിനിങ്ങിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വന്നു നേരെ വന്നു. ഇവിടെ വേസ്റ്റ് അവൈലബിൾ സ്പേസ് ഉണ്ടോ നോക്കിയില്ല. 25 125 ഒക്കെ ഫിൽഡ് ആണ്. 300 ഫിൽഡ് ആണ്. അതായത് ഇവിടെ ഒരു 50K അവൈലബിൾ ആണ്. ഇനി അങ്ങോട്ട് വേറെ സ്പേസുകളൊന്നും ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? 50Kയിൽ നമ്മളുടെ ആ ഡേറ്റയെ ഫിറ്റ് ചെയ്യാം. സോ എന്ത് ചെയ്തു? 50K നമ്മളുടെ ലാസ്റ്റ് എലമെന്റിൽ ഫിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി വേഴ്സ്റ്റ് ഫിറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മളുടെ എല്ലാ പ്രോസസ്സുകൾക്കും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കേസ് മനസ്സിലായി. ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കേസ് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതാണ് ബെസ്റ്റ് ഫിറ്റ്, വേഴ്സ്റ്റ് ഫിറ്റ്, ഫസ്റ്റ് ഫിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ മെമ്മറി അലോക്കേഷൻ സ്കീം, മെമ്മറി അലോക്കേഷൻ മെത്തേഡുകൾ നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം
നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കും. ഇതുപോലുള്ള പ്രോബ്ലം ആയിരിക്കും. ഇങ്ങനെ കുറച്ച് പ്രോസസ്സ് തന്നിട്ട് ദെൻ മെമ്മറി ബ്ലോക്കിലേക്ക് അതല്ലെങ്കിൽ മെമ്മറി ഹോൾസിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും, ബെസ്റ്റ് ഫിറ്റ് ആണോ, വേസ്റ്റ് ഫിറ്റ് ആണോ, ഫസ്റ്റ് ഫിറ്റ് ആണോ, ബെറ്റർ എന്നുള്ള രീതിയിൽ ചോദിക്കും. അതല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടീഷൻ മെത്തേഡുകളാണ് ഇതിനെ ഫിറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കേസ് നമുക്ക് ചോദിക്കും. സോ ഇവിടുത്തെ കേസിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഫിറ്റും വേസ്റ്റ് ഫിറ്റും എന്ത് ചെയ്തു, നമ്മളുടെ ഡേറ്റകളെ ഫിറ്റ് ചെയ്തു. പക്ഷെ ബെസ്റ്റ് ഫിറ്റ് എന്ത് ചെയ്തില്ല, നമ്മുടെ ഡേറ്റയെ ഫിറ്റ് ചെയ്തില്ല അല്ലേ. ബെസ്റ്റ് ഫിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഡേറ്റയെ ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പേര് ബെസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചില കേസുകളിൽ നമുക്കത് പ്രോസസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഞാൻ പറഞ്ഞ കേസ് കോമ്പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സ് ഞാൻ പറഞ്ഞു എന്താണ്, അവൈലബിൾ ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന മെമ്മറിയെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ മെമ്മറി ആക്കുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് കോമ്പാഷൻ എന്ന് പറയുന്നത്. അതുവഴി നമ്മുടെ മെമ്മറി യൂട്ടിലൈസേഷൻ നമുക്ക് കൂട്ടാൻ പറ്റും, വേസ്റ്റേജ് ഓഫ് മെമ്മറി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മളുടെ അടുത്ത് ഞാനൊരു പ്രോബ്ലം ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം, ടൈം ഉണ്ടെങ്കിൽ നമുക്കത് അത് ചെയ്തു നോക്കാം. അതല്ലെങ്കിൽ ഞാൻ ഈ സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾ അത് വെച്ചിട്ട് ആ പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ അടുത്ത നെക്സ്റ്റ് ഇതിലേക്ക് പോവുകയാണെന്നാണ് ഗാർബേജ് കളക്ഷൻ. ആക്ച്വലി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, ഇനിയിപ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is an automatic memory management technique that identifies and reclaims memory occupied by the object that are no longer reachable or used by the program. Okay, so unreferenced or unused ആയിട്ടുള്ള മെമ്മറിയെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി പ്രോസസ്സാണ് ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് പ്രൈമറി ഗോൾ ഈസ് ടു പ്രിവെന്റ് മെമ്മറി വേസ്റ്റേജ് ഒഴിവാക്കുക. എക്സാമ്പിൾ ഞാൻ ലിങ്ക് ലിസ്റ്റിലും ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിലും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഫ്രീ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആക്കുന്ന ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി കോമ്പാഷൻ ആണ്. കോമ്പാഷൻ ഇനി ഞാൻ കൂടുതൽ പറയണമെന്ന് നിർബന്ധം ഇല്ലാന്ന് തോന്നുന്നു, നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. കോമ്പാഷൻ ഈസ് എ ടെക്നിക് ടു കളക്ട് ഓൾ ദ ഫ്രീ മെമ്മറി പ്രസന്റ് ഇൻ ദ ഫോം ഓഫ് ഫ്രാഗ്മെന്റ്സ്. ഫ്രാഗ്മെന്റ്സ് മീൻസ് ചെറിയ പീസ് ഇൻ one larger chunk of free memory which can be used to run other processes. അല്ലെ, നമ്മൾ ആ പറഞ്ഞ ഒരു എക്സാമ്പിൾ, ആ ബെസ്റ്റ് ഫിറ്റിന്റെ കേസിൽ പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. 225 മെമ്മറി 2 സ്ഥലങ്ങളിലായിട്ട് കിടപ്പുണ്ട്. എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ 2 സ്ഥലങ്ങളിലായിട്ട്, മെമ്മറി ഹോൾസിനുള്ളിൽ തന്നെ 2 ഡിഫറെന്റ് സ്ഥലങ്ങളിലായിട്ട് 225K മെമ്മറി കിടപ്പുണ്ട്. അവരെ തമ്മിൽ കമ്പൈൻ ചെയ്തായിരുന്നെങ്കിൽ നമുക്കൊരു 50K നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അവർ കമ്പൈൻഡ് അല്ല. അപ്പൊ നമ്മുടെ പുതിയ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ അവൈലബിൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന മെമ്മറീസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ മെമ്മറി ആക്കി മാറ്റാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് കോമ്പാഷൻ. ഓക്കെ, ഇറ്റ് ഡസ് ദാറ്റ് ബൈ മൂവിങ് ഓൾ പ്രോസസ്സസ് ടുവേർഡ്സ് one end of the memory and all available free space towards the other end of the memory. That is, യൂസ് ചെയ്തിട്ടുള്ള മെമ്മറികളെല്ലാം ഒരു എൻഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും, ഫ്രീ ആയിട്ട് കിടക്കുന്ന മെമ്മറികളെല്ലാം അതർ എൻഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്ത് ഒരു കണ്ടിന്യൂസ് മെമ്മറി ആക്കി മാറ്റും. ദെൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, കോമ്പാക്ഷൻ ക്യാൻ ബി ഡൺ ഓൺലി വെൻ ദ റീലൊക്കേഷൻ ഈസ് ഡൈനമിക് ആൻഡ് ഡൺ അറ്റ് എക്സിക്യൂഷൻ ടൈം. ഓക്കെ, ഡൈനമിക് മെമ്മറിയുടെ കേസിലും ദാറ്റ് ഈസ് എക്സിക്യൂഷൻ റൺ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കേസിലും ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രൊസീജിയറിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോമ്പാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതാണ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ടോപ്പിക്, നമ്മളുടെ ലാസ്റ്റ് ടോപ്പിക് പോളിനോമിയൽ റെപ്രസെന്റേഷൻ യൂസിങ് ലിങ്ക് ലിസ്റ്റ്. ദെൻ രണ്ട് പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ദെൻ 2 പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. 2 പോളിനോമിയലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, പോളിനോമിയലിനെ എങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്റെ പോളിനോമിയലിനെ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ 2 ഡേറ്റ പാർട്ട് യൂസ് ചെയ്യുന്നു, ഒരു അഡ്രസ് പാർട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു പോളിനോമിയലാണ്. ഫസ്റ്റ് ഡേറ്റ പാർട്ട് കോഎഫിഷ്യന്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഡേറ്റ പാർട്ട് ഞാൻ എക്സ്പോണന്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ലാസ്റ്റ് പാർട്ട് ഞാൻ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി, ഇതിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും. സ്ട്രക്ട് പോളി അല്ലെങ്കിൽ സ്ട്രക്ട് നോഡ്. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന കേസ് തന്നെ നിങ്ങൾ ആലോചിച്ചോളൂ. സ്ട്രക്ട് നോഡ്, അതിനകത്ത് 2 ഡേറ്റ പാർട്ട് ഉണ്ട്, ഇന്റ് കോഎഫിഷ്യന്റ്, ഇന്റ് എക്സ്പോണന്റ്. ദെൻ സ്ട്രക്ട് നോഡ് സ്റ്റാർ നെക്സ്റ്റ്, അഡ്രസ്സിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, ഇനി നോക്കിക്കോളൂ, ഞാനിവിടെ ഒരു ലിങ്ക് ഒരു പോളിനോമിയൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്. 2x² + 3x² + 4x raised to 0, that is simply 4.
അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 2 ടു ഇത് നമ്മുടെ കോഎഫിഷ്യൻ പാർട്ടാണ്. ഫസ്റ്റ് നോഡിന്റെ കോഎഫിഷ്യൻ പാർട്ടാണ്. സോറി, ഫസ്റ്റ് ഇതിന്റെ കോഎഫിഷ്യൻ പാർട്ട്, ദെൻ അടുത്തത് എക്സ്പോണൻഷ്യൽ പാർട്ട്, ദെൻ അടുത്ത അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡ്. ഇതാണ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡ്. അടുത്തത് 3 2. ആക്ച്വലി അവിടെ 2 ആണ് വരേണ്ടത് കേട്ടോ. ഇവിടെ 1 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 2 ആണ്. 3 2 അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡ്. ദെൻ 4 0. ഇവിടെ എക്സ്പോണന്റ് 0 ആണ്. 0 അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡ്. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ പോളിനോമിയൽ റെപ്രസെന്റേഷൻ. ദെൻ അതിന് നോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊടുത്ത് ഇൻഡ് എക്സ്പോ, ഇൻഡ് കോഎഫിഷ്യന്റ്, സ്ട്രക്ട് നോഡ് സ്റ്റാർ നെക്സ്റ്റ് പോയി, ദെൻ പോളി 1 = 2 ഒരു പോളിനോമിയൽ സിംപ്ലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ രണ്ട് എക്സാമ്പിൾ റെപ്രസെന്റേഷന്റെ കൊടുത്തിട്ടുണ്ട്. 23x⁻9 + 9 18x⁻7 + 41x⁻6 + 163x⁴ + 3. അപ്പൊ എന്താണ് ആദ്യത്തെ കോഎഫിഷ്യന്റ് 23, ദെൻ 9 എക്സ്പോണൻഷ്യൽ, അടുത്തതിനകത്ത് 8 7, then 41 6, 163, actually 163 4 ആണ്. 163 4 3 0. ഈ നോഡിനകത്ത് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 3 0. അടുത്തത് സെക്കൻഡ് നോഡ് 4x⁻6 + 10x⁴ + 12x⁻1 + 8x⁻0. ഓക്കെ, ദെൻ നള്ളിലേക്ക് പോയിന്റ് P1 P2 രണ്ട് പോയിന്റ് പോളിനോമിയൽ. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പോളിനോമിയലിനെ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള കേസും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറയുകയാണ്. വളരെ പെട്ടെന്ന് പറയുകയാണ്. രണ്ട് പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ആഡ് ചെയ്യാം. സോ ഞാൻ ഇവിടെ രണ്ട് പോളിനോമിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 4x⁻4 + 5x³ + 2x + 4. അതിന് ഞാനിവിടെ പോളിനോമിയൽ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ 5x⁻4 + 3x², ഇത്ര മാത്രമേ ഉള്ളൂ. അതിന് എന്റെ 5x⁻4 + 3x². ഇത് 4x⁻4 + 5x³ + 2x + 4. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യുന്ന പ്രോസസ്, രണ്ട് പോളിനോമിയലിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്, ഫസ്റ്റ് പോളിനോമിയലിൽ ഒരു പോയിന്റർ വെക്കുക, സെക്കൻഡ് പോളിനോമിയലിൽ ഒരു പോയിന്റർ വെക്കുക. എന്നിട്ട് ഫസ്റ്റ് പോളിനോമിയൽ 1 ഞാൻ ഇവിടെ തന്നെ നമുക്ക് അത് ചെയ്യാൻ നോക്കുകയുള്ളൂ. പോളിനോമിയൽ 1 ഞാൻ പോളിനോമിയൽ 1 പോളിനോമിയൽ 2 എന്ന് പറയുന്ന രണ്ട് പോളിനോമിയൽ എടുക്കുകയാണ്. ദെൻ പോളിനോമിയൽ 3. അപ്പൊ പോളിനോമിയൽ 1ന്റെ എക്സ്പോണൻഷ്യൽ പോളിനോമിയൽ 2ന്റെ എക്സ്പോണൻഷ്യലും കൂടെ കമ്പയർ ചെയ്യുന്നു. പോളിനോമിയൽ 1ന്റെ എക്സ്പോണൻഷ്യലും പോളിനോമിയൽ 2ന്റെ എക്സ്പോണൻഷ്യലും കൂടെ കമ്പയർ ചെയ്യുന്നു. രണ്ട് സെയിം ആണോ എന്ന് നോക്കുക. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 4x⁴ 5x⁴ അല്ലേ, x⁴ ആണ് അതിന്റെ എക്സ്പോണൻഷ്യൽ, x⁴ ആണ് എക്സ്പോണൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിന്റെ കോഎഫിഷ്യൻസിനെ തമ്മിൽ ആഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു എക്സ്പോണന്റ് എഴുതി കഴിഞ്ഞാൽ റിസൾട്ടന്റ് പോളിനോമിയലിന്റെ ഫസ്റ്റ് നോഡായി അല്ലേ. അപ്പൊ പോളിനോമിയൽ 1ന്റെ എക്സ്പോണൻഷ്യലും പോളിനോമിയൽ 2ന്റെ എക്സ്പോണൻഷ്യലും ഈക്വൽ ആണോ എന്ന് ഞാൻ നോക്കി. ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു, പോളിനോമിയൽ 3ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോളിനോമിയൽ 1ന്റെ കോഎഫിഷ്യന്റ് പ്ലസ് പോളിനോമിയൽ 2ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 9 ആയിരിക്കും. ഇനി പോളിനോമിയൽ 3യുടെ എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, പോളിനോമിയൽ 1ന്റെയോ പോളിനോമിയൽ 2ന്റെയോ രണ്ടിന്റെ എക്സ്പോണൻഷ്യലിന്റെ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് 9x⁴ ആയിരിക്കും. ദാറ്റ് ഈസ് 4x⁴ പ്ലസ് 5x⁴ എന്ന് പറയുന്നത് എന്തായിരിക്കും, 9x⁴ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ രണ്ടും സെയിം ആയ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്തു, പോളിനോമിയൽ 1നെ ഞാൻ എന്ത് ചെയ്തു, പോളിനോമിയൽ 1ന്റെ ഫസ്റ്റ് നോഡിൽ നിന്ന് നെക്സ്റ്റ് നോഡിലേക്ക് മൂവ് ചെയ്തു. പോളിനോമിയൽ 2ന്റെ ഫസ്റ്റ് നോഡിൽ നിന്ന് നെക്സ്റ്റ് നോഡിലേക്ക് ഞാൻ മൂവ് ചെയ്തു. ഓക്കെ, പോളിനോമിയൽ 2ന്റെ ഫസ്റ്റ് നോഡിൽ നിന്ന് നെക്സ്റ്റ് നോഡിലേക്ക് ഞാൻ മൂവ് ചെയ്തു. റെഡിയാണല്ലോ. ഇനി ഞാൻ പോളിനോമിയൽ 1ന്റെ എക്സ്പോണൻഷ്യൽ പാർട്ടും പോളിനോമിയൽ 2ന്റെ എക്സ്പോണൻഷ്യൽ പാർട്ടും ചെക്ക് ചെയ്തു. ഈക്വൽ ആണോ നോക്കി. ഈക്വൽ ആണോ, ഈക്വൽ അല്ല അല്ലേ. 5x³ 3x² ആണ്, ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കുന്ന കേസ് ഇതിൽ രണ്ടിൽ ആരുടെയാണ് ഗ്രേറ്റർ വാല്യൂ ആണ്, പോളിനോമിയൽ 1ന്റെ എക്സ്പോണൻഷ്യൽ പാർട്ട് ഗ്രേറ്റർ ദാൻ പോളിനോമിയൽ 2ന്റെ എക്സ്പോണൻഷ്യൽ പാർട്ട് ആണോ എന്ന് നോക്കി. ആണെങ്കിൽ പോളിനോമിയൽ 3യുടെ എക്സ്പോണൻഷ്യൽ പാർട്ടായിട്ട് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്, പോളിനോമിയൽ 3യുടെ എക്സ്പോണൻഷ്യൽ പാർട്ടായിട്ട് സ്റ്റോർ ചെയ്യുന്നത് ആരായിരിക്കും, പോളിനോമിയൽ 1ന്റെ എക്സ്പോണൻഷ്യൽ പാർട്ടായിരിക്കും. അതുപോലെ തന്നെ പോളിനോമിയൽ 3യുടെ കോഎഫിഷ്യന്റ് പാർട്ടായിട്ട് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്, പോളിനോമിയൽ 1ന്റെ കോഎഫിഷ്യന്റ് പാർട്ടായിട്ട് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് പോളിനോമിയൽ 3യുടെ കോഎഫിഷ്യന്റ് പാർട്ടായിട്ട് സ്റ്റോർ ചെയ്യുന്നത് പോളിനോമിയൽ 1ന്റെ കോഎഫിഷ്യന്റ് പാർട്ടായിരിക്കും. പോളിനോമിയൽ 3യുടെ എക്സ്പോണൻഷ്യൽ പാർട്ടായിട്ട് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് പോളിനോമിയൽ 1ന്റെ എക്സ്പോണൻഷ്യൽ പാർട്ടായിരിക്കും. ഇനി ഞാൻ രണ്ടാളുകളെ മൂവ് ചെയ്യിപ്പിക്കണം. ആരെയൊക്കെ മൂവ് ചെയ്യണം, പോളിനോമിയൽ 1നെ മൂവ് ചെയ്യിപ്പിക്കണം, പോളിനോമിയൽ 3യെ മൂവ് ചെയ്യിപ്പിക്കണം. ഇനി അഗെയിൻ പോളിനോമിയൽ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്യാം. എന്ത് കമ്പയർ ചെയ്യുക, എക്സ്പോണൻഷ്യൽ പാർട്ട് കമ്പയർ ചെയ്യാം. രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കുക. ഈക്വൽ അല്ല. പോളിനോമിയൽ 1ന്റെ എക്സ്പോണൻഷ്യൽ പാർട്ട് ഗ്രേറ്റർ ദാൻ പോളിനോമിയൽ 2 ആണോ എന്ന് നോക്കിയാൽ അതും അല്ല. പോളിനോമിയൽ 2ന്റെ എക്സ്പോണൻഷ്യൽ പാർട്ടാണ് വലുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പോളിനോമിയൽ 2ന്റെ എക്സ്പോണൻഷ്യൽ പാർട്ടിനെ എവിടേക്ക് എക്സ്പോണൻഷ്യൽ പാർട്ടും കോഎഫിഷ്യന്റ് പാർട്ടും എവിടേക്ക് സ്റ്റോർ ചെയ്യണം, പോളിനോമിയൽ 3യിലേക്ക് സ്റ്റോർ ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്തു, പോളിനോമിയൽ 2ന്റെ കോഎഫിഷ്യന്റ് പാർട്ട് സ്റ്റോർ ചെയ്തു, പോളിനോമിയൽ
ത്രീയിലേക്ക് സ്റ്റോർ ചെയ്തു. പോളിനോമിയൽ ടുവിന്റെ എക്സ്പൊണൻഷ്യൽ പാർട്ട് പോളിനോമിയൽ ത്രീയിലേക്ക് മൂവ് ചെയ്തു. ദെൻ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പോളിനോമിയൽ ടുവിനെ മൂവ് ചെയ്തു. മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുള്ളൂ, പോളിനോമിയൽ ടു ഇപ്പൊ എവിടെ എത്തി? നള്ളിലെത്തി. പോളിനോമിയൽ ടു ഇപ്പൊ നള്ളിലെത്തി അല്ലേ? പോളിനോമിയൽ ടു നള്ളിലെത്തി. ദാറ്റ് ഈസ് പോളിനോമിയൽ ടു കഴിഞ്ഞു അല്ലേ? പോളിനോമിയൽ ടു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം നോക്കുള്ളൂ, പോളിനോമിയൽ വണ്ണിൽ കുറച്ച് ബാലൻസ് ആയിട്ടുള്ള കുറച്ച് നോഡുകൾ ഫ്രീ ആയിട്ട് കിടക്കും, മീൻസ് ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് 2x⁻1 ഉം 4x⁻0 പോളിനോമിയൽ വണ്ണില് ബാലൻസ് കിടപ്പുണ്ട്. സോ അതിനെ അതേപടി എവിടേക്ക് കോപ്പി ചെയ്യുക? പോളിനോമിയൽ ത്രീയിലേക്ക് കോപ്പി ചെയ്യുക. സോ ഞാൻ എന്ത് ചെയ്തു, പോളിനോമിയൽ വണ്ണിന്റെ എക്സ്പൊണൻഷ്യലിനെ എവിടേക്ക് സ്റ്റോർ ചെയ്തു? ദാണ്ടെ പോളിനോമിയൽ ത്രീയിലേക്ക് കോർ ചെയ്തു, അതിന്റെ കോഎഫിഷ്യന്റിനെയും കോപ്പി ചെയ്തു. ദെൻ പോളിനോമിയൽ വണ്ണിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ പോളിനോമിയൽ ത്രീനെ ഞാൻ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ അവിടുത്തെ കോഎഫിഷ്യന്റിനെ ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്തു, അവിടുത്തെ എക്സ്പൊണൻഷ്യലിനെ ഇവിടെ സ്റ്റോർ ചെയ്തു. സോ നമ്മുടെ റിസൾട്ടന്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ്. ഏതാണ്? ശ്രദ്ധിച്ചോളൂ, നമ്മുടെ റിസൾട്ടന്റ് പോളിനോമിയൽ എന്ന് പറയുന്നത് 9x⁻4 plus 5x⁻3 plus 3x⁻2 plus 2x⁻1 plus 4x⁻0, that is 4 ആണല്ലോ. സോ ഇങ്ങനെയാണ് നമ്മൾ പോളിനോമിയലിനെ ആഡ് ചെയ്യുന്നത്. രണ്ട് ലിങ്ക് ലിസ്റ്റ് ആണ്. അതിന്റെ എൻഡ് ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യും? ലിങ്ക് ലിസ്റ്റിനെ മൂവ് ചെയ്ത് പോകും. സോ ജസ്റ്റ് ഞാൻ ഓടിച്ച് അതിന്റെ അൽഗോരിതം ഒന്ന് പറയാണ്. ഞാൻ രണ്ട് പോളിനോമിയലിനെ റീഡ് ചെയ്തു. റിപ്പീറ്റ് സ്റ്റെപ്പ് 3 to 5 until polynomial 1 is not null and polynomial 2 not null. Then polynomial 1 ന്റെ exponential equal to polynomial 2 ന്റെ exponential ആണോ നോക്കി. അങ്ങനെയാണെങ്കിൽ സെറ്റ് എന്ത് ചെയ്യുന്നു? പോളിനോമിയൽ 3യുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് പോളിനോമിയൽ 1ന്റെ കോഎഫിഷ്യന്റ് പ്ലസ് പോളിനോമിയൽ 2ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും. പോളിനോമിയൽ 3യുടെ എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്നത് പോളിനോമിയൽ 1ന്റെ എക്സ്പൊണൻഷ്യൽ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഓർമ്മ. ദെൻ അതിനെ ന്യൂ നോഡിനകത്തേക്കാണ് ഞാൻ ആഡ് ചെയ്തത്. അതിനെ നമ്മുടെ റിസൾട്ടന്റ് നോഡിലേക്ക് ആഡ് ചെയ്തു. അത് അങ്ങനെ വേണ്ടോന്നില്ല, പോളിനോമിയൽ 3യിലേക്ക് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ അടുത്ത സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ 1ന്റെ എക്സ്പൊണൻഷ്യൽ ഗ്രേറ്റർ ദാൻ പോളിനോമിയൽ 2ന്റെ എക്സ്പൊണൻഷ്യൽ ആണെങ്കിൽ നമുക്കറിയാം പോളിനോമിയൽ 1ന്റെ എക്സ്പൊണൻഷ്യൽ ആയിരിക്കണം നമ്മൾ റിസൾട്ടന്റിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. സോ ന്യൂവിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് പോളിനോമിയൽ 1 ചെയ്തു, ന്യൂവിന്റെ എക്സ്പൊണൻഷ്യൽ ആയിട്ട് പോളിനോമിയൽ 1ന്റെ എക്സ്പൊണന്റ് ചെയ്തു. ഓക്കെ, ഇനി പോളിനോമിയൽ 2ന്റെ എക്സ്പൊണന്റ് ഗ്രേറ്റർ ദാൻ പോളിനോമിയൽ 1ന്റെ എക്സ്പൊണൻഷ്യൽ ആണ്. പോളിനോമിയൽ 2ന്റെ ആണ് ഗ്രേറ്റർ എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നതെല്ലാം എന്തായിരിക്കണം? പോളിനോമിയൽ 2ന്റേതായിരിക്കും. ഓക്കെ, ഇനി ഇതാണ്ട് ലാസ്റ്റ് കേസും കൂടെ നിങ്ങൾ നോക്കുകയാണ്. എന്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഏതെങ്കിലും ഒരു പോളിനോമിയൽ കുറച്ച് എക്സ്ട്രാ നോഡുകൾ കിടക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഒരു പോളിനോമിയൽ അങ്ങ് കംപ്ലീറ്റ് ആയി. ഞാൻ മുന്നേ ചെയ്താണ്, സെക്കൻഡ് പോളിനോമിയൽ കംപ്ലീറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പോളിനോമിയൽ കുറച്ച് ബാലൻസ് ഉണ്ടാവും. അതിനെ എവിടെയൊക്കെ സ്റ്റോർ ചെയ്യണം? പുതിയ തേർഡ് പോളിനോമിയലിലേക്ക് സ്റ്റോർ ചെയ്യണം. അതല്ല സെക്കൻഡ് പോളിനോമിയലാണ് കുറച്ച് ബാലൻസ് വരുന്നതെങ്കിൽ അതിനെ എവിടെയൊക്കെ സ്റ്റോർ ചെയ്യണം? ഫസ്റ്റ് മീൻസ് നമ്മൾ തേർഡിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? കോഎഫിഷ്യന്റ് ആയിട്ട് പോളിനോമിയൽ 1ന്റെയും എക്സ്പൊണന്റ് ആയിട്ട് പോളിനോമിയൽ 1ന്റെയും കേസ് ചെയ്യുന്നു. അതാണ് പോളി 1 നള്ളല്ലെങ്കിൽ. അടുത്ത പോളി 2 കംപ്ലീറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? പോളി 2ന്റെ റിമൈനിങ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് എക്സ്പൊണൻഷ്യൽ എവിടേക്ക് സ്റ്റോർ ചെയ്യുന്നു? പോളി 3യിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പോളിനോമിയൽ അഡീഷനെ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. പോളിനോമിയൽ അഡീഷന്റെ ലോജിക് എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പോളിനോമിയൽ അഡീഷൻ ചെയ്യാൻ പറ്റും. സോ അതിന്റെ അൽഗോരിതം ആണ് ഈ കാണുന്നത്. ഇതാണ് പോളിനോമിയൽ അഡീഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്സ് ഓഫ് പോളിനോമിയൽ ആണ്. 3 ടൈപ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഓക്കെ, 3 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. ദെൻ നമുക്ക് ഉണ്ടായിരുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആയിരുന്നു. അത് ബെസ്റ്റ് ഫിറ്റ്, വേഴ്സ്റ്റ് ഫിറ്റ്, ഫസ്റ്റ് ഫിറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഗാർബേജ് കളക്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. കോമ്പാക്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ പോളിനോമിയൽ റെപ്രസെന്റേഷൻ ആൻഡ് പോളിനോമിയൽ അഡീഷൻ അതുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ ടോപ്പിക്കിൽ വരുന്നത്. കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഒരു മിനിറ്റ്.
നമുക്ക് അതിന്റെ ചെയ്യാലോ. ഓ, എക്കോ അടിക്കുന്നു. അതെ, ഞാനിവിടെ എന്റെ ആക്ച്വലി എന്റെ ലാപ്പിന്റെ സൗണ്ട് സിസ്റ്റം കുറച്ച് പ്രശ്നമാണ്. പറയും. ഓക്കെ. ക്ലാസ് റെക്കോർഡാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. റെക്കോർഡ് സെക്ഷൻ തുറന്നായിരിക്കും. ഓക്കെ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.